ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണൻ മന്ദിർ നയിക്കുന്ന ലളിത സഹസ്രനാമ പഠന ക്ലാസ്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തളിക്കലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം തിരുവേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം ശ്രീ മാത്രേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് അഷ്ടമൂർത്തി എന്നുള്ള ശ്ലോകം മുതലാണ് നമുക്ക് തുടങ്ങുന്നത്. നൂറ്റി 30-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നിർത്തിയത്. ഇനി 131-ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങേണ്ടത്. പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അഷ്ടമൂർത്തിരജാജൈത്രി ലോകയാത്രാവിധായനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത. അഷ്ടമൂർത്തിരജാജൈത്രി ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത. ഇവിടെ 662 മുതൽ 668 വരെയുള്ള 7 നാമങ്ങളാണ് ഈ 131-ാമത്തെ ശ്ലോകത്തിലുള്ളത്. ഓരോ നാമങ്ങളും അതിന്റെ അർത്ഥം നമുക്ക് കാണാം. ആദ്യത്തെ 662-ാമത്തെ നാമം അഷ്ടമൂർത്തി. അഷ്ടമൂർത്തി ആരാണെന്ന് നമ്മൾക്കറിയാം, നമ്മൾ കണ്ടിട്ടുമുണ്ട് ലളിതാ സഹസ്രനാമത്തില്. അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ പരമശിവനാണ്, അഷ്ടമൂർത്തി ആയിട്ടുള്ള പരമശിവനാണ്. അപ്പോ ശിവനിൽ നിന്നും അഭിന്നയാണ് ദേവി. ശിവനും ശക്തിയും തമ്മില് ഒരു വ്യത്യാസവുമില്ല, നമ്മൾ കണ്ടു. ശിവന് ശക്തി പകരുന്നത് തന്നെ ദേവിയാണ്. അപ്പോ അഷ്ടമൂർത്തി, അഷ്ടമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീലിംഗമാണ്. അഷ്ടമൂർത്തി എന്ന് പറഞ്ഞാൽ ശിവനിൽ നിന്നും അഭിന്നയായ ദേവിയാണ് ഇവിടെ. അതുകൊണ്ട് ദേവി തന്നെയാണ് അഷ്ടമൂർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ അഷ്ടമൂർത്തി ആരൊക്കെയാണെന്ന് കണ്ടിരിക്കുന്നെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഭവൻ, ശർവൻ, ഈശ്വരൻ, പ്രജാപതി, ഈശ്വരൻ, പശുപതി, അത് കഴിഞ്ഞാൽ രുദ്രൻ, ഉഗ്രൻ, ഭീമൻ, പിന്നെ മഹാൻ. ഇങ്ങനെയുള്ള 8 മൂർത്തികളായിട്ടാണ് ഓരോ ഈ പരമശിവൻ ഇരിക്കുന്നത്. ഇതിന് ഓരോന്നിനും, ഓരോ മൂർത്തിക്കും ഓരോ ഭാവങ്ങളുണ്ട്, ഓരോ തത്വങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമി, വായു, ആകാശം, പഞ്ചഭൂതങ്ങളാണ് ഓരോ മൂർത്തികൾക്കും, 5 മൂർത്തികൾക്കും ആത്മാവായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം മനസ്സും ഈശ്വരനും കൂടി 7, പിന്നെ പരമശിവനായിട്ടിരിക്കുന്നത്. അങ്ങനെ അഷ്ടമൂർത്തിയാണ്. ഇപ്പൊ മന്ത്രപുരാണ പ്രകാരം പറയുന്നത് അഷ്ടമൂർത്തി ആയിരിക്കുന്ന ശിവന് ദേവിയും അഷ്ടമൂർത്തിയായിട്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മി, മേധ, ധര, പുഷ്ടി, ഗൗരി, തുഷ്ടി, ധൃതി. ഈ നാമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ധര എന്നുള്ളതും തുഷ്ടി എന്നുള്ളതും ധൃതി എന്നുള്ള എല്ലാ നാമങ്ങളും വന്നതാണ്. എങ്കിലും മന്ത്രപുരാണ പ്രകാരം ഈ 8 രൂപത്തോടു കൂടിയിരിക്കുന്ന ദേവിയാണ് അഷ്ടമൂർത്തി എന്നറിയപ്പെടുന്ന ദേവി. അതുപോലെ തന്നെ യോഗശാസ്ത്ര വിധി പ്രകാരം ശരിക്കും അന്തരാത്മാവിന് എങ്ങനെയാണ് ജീവാത്മാവ്, അന്തരാത്മാവ്, പരമാത്മാവ്, നിർമ്മലാത്മാവ്, ശുദ്ധാത്മാവ്,
ജ്ഞാനരൂപാത്മാവ്, മഹാത്മാവ്, ഭൂതാത്മാവ്, ഇങ്ങനെ ആത്മാക്കള് 8 ആത്മാക്കളുണ്ട്. ഈ ആത്മാക്കളുടെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ശക്തി ദേവിയാണ്. അതുകൊണ്ടും ദേവി അഷ്ടമൂർത്തി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ശരിക്കും നമ്മള് ശക്തി രഹസ്യപ്രകാരം ദേവിയെ നോക്കുകയാണെങ്കിൽ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, സ്വർഗം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാണ് പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം. അപ്പ് എന്ന് പറഞ്ഞാൽ ജലം എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതിനുശേഷം സ്വർഗം എന്നിവിടെ പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ 3 കൂടും അതിനകത്ത്. അപ്പോ പഞ്ചഭൂതങ്ങളും അത് കഴിഞ്ഞാൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും, ഇത് 7 കൂടിക്കഴിഞ്ഞാൽ ശക്തി രഹസ്യങ്ങളായി. ഈ 7 തത്വങ്ങളെ കൊണ്ടാണ് ശക്തി എല്ലാ പ്രപഞ്ച സൃഷ്ടിയും നടത്തുന്നത്. നമ്മൾ 36 തത്വങ്ങൾ കണ്ടു. അതുപോലെ തന്നെ 18 തത്വങ്ങൾ കണ്ടു. അതുപോലെ ഇവിടെ ഈ പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ, സ്വർഗം, അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ കൂടിയിട്ട് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചഭൂതങ്ങളും മനോബുദ്ധി അഹങ്കാരങ്ങളും കൂടിയിട്ടുള്ള തത്വങ്ങളും, ഇതും ശക്തിയുടെ രഹസ്യങ്ങളാണ്. ഇതിനെയും അഷ്ടമൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായ അർത്ഥം എടുക്കുകയാണെങ്കിൽ ശിവന്റെ അഷ്ടമൂർത്തി ആയിരിക്കുന്ന ശിവന്റെ പത്നിയായിട്ടുള്ള ദേവി തന്നെയാണ് ആ അഷ്ടമൂർത്തിയും. അതുകൊണ്ട് തന്നെ ദേവിയെ ഇവിടെ അഷ്ടമൂർത്തി എന്ന നാമത്തിൽ വിശദീകരിക്കുന്നു. ഇനി നമുക്ക് 664 നാമം നോക്കാം. അജാജൈത്രി, ഒറ്റ നാമമാണ്. രജാജൈത്രി എന്ന് വായിക്കരുത്. അഷ്ടമൂർത്തി ഹി അജാജൈത്രി, അങ്ങനെയാണ് അതിന്റെ സ്പ്ലിറ്റ് വരുന്നത്. അതിനെ വാക്യം നമ്മൾ മുറിക്കുമ്പോ അഷ്ടമൂർത്തി ഹി അജാജൈത്രി എന്നാണ്. അപ്പൊ രജാജൈത്രി എന്ന് കൂട്ടി വായിക്കുമ്പോ അഷ്ടമൂർത്തി അജാജൈത്രി എന്ന് മനസ്സിൽ അറിഞ്ഞ് വായിക്കണം. അപ്പൊ അജയെ ജയിച്ചവളാണ് ദേവി. അജ എന്ന് പറഞ്ഞാൽ എന്താണ്? മായ. ദേവി മായ സ്വരൂപിണിയാണ്. ദേവിക്ക് മായയെ ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദേവി തന്നെ മായയാണ്, അല്ലെ? ദേവി തന്നെയാണ് മായയായിട്ട് നമ്മളുടെ ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേർതിരിക്കുന്ന മായയായിട്ട് ഇരിക്കുന്നതും ദേവി തന്നെയാണ്. അതിനുശേഷം ആത്മജ്ഞാനം കൊടുത്ത് ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒന്നിപ്പിച്ച് കൈവല്യ പദം പ്രദാനം ചെയ്യുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് അജാജൈത്രി. അപ്പൊ ദേവി എന്താണ് ചെയ്യുന്നത്? മായയെ ജയിപ്പിക്കുന്നവളാണ് ദേവി. അജയെ, മായയെ ജയിപ്പിക്കാൻ സഹായിക്കുന്നവളാണ് ദേവി. അപ്പോ തന്റെ ഭക്തന്മാർക്ക് മായയെ ജയിക്കാൻ ശക്തി കൊടുക്കുന്നവളാണ് ദേവി. ദേവി തന്നെ മായാ സ്വരൂപിണിയാണ്. അപ്പോ ദേവിയെ ശരിയായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടു കുണ്ടലിനി വിദ്യയൊക്കെ മൂലാധാര ചക്രത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് കുണ്ടലിനി ഉയർത്തുമ്പോൾ കിട്ടുന്ന യോഗസിദ്ധി, ആ യോഗസിദ്ധി കൊണ്ട് കുണ്ടലിനി ഉയർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ആ അമൃതധാര, അതാണ് ഞാൻ എന്താണെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്നത്. അത് തന്നെയാണ് ബ്രഹ്മജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അജയെ ജയിച്ചു. പിന്നെ മായ, ജനന മരണ ദുഃഖങ്ങളില്ല. പിന്നെ അതിനൊക്കെ അപ്പുറത്തെത്തി ജീവാത്മാവ് പരമാത്മാവിനോട് കൂടി ചേരും. അതുകൊണ്ടാണ് ദേവി തന്നെയാണ് അജയെ ജയിക്കാൻ നമുക്ക് വഴി കാണിച്ചു തരുന്നത്. കൊണ്ട് ദേവിയെ അജാജൈത്രി എന്ന് പറയുന്നു. ദേവി മായയെ ജയിച്ചവളാണ്. ദേവിക്ക് ഇനി മായയെ ജയിച്ചു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഭക്തന് മായയെ തരണം ചെയ്യാൻ, ഈ സംസാര സാഗരത്തെ തരണം ചെയ്ത് താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്ത് ബ്രഹ്മത്തിൽ ലയിപ്പിക്കാൻ സാധിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ അജാജൈത്രി എന്ന് വിളിക്കുന്നു. ഇനി 665 നാമം നോക്കാം. ലോകയാത്രാ വിധായിനി. ലോകയാത്രാ വിധായിനി. ലോകയാത്ര എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ യാത്ര. അപ്പൊ യോഗത്തിന്റെ യാത്ര എന്താണ്? സൃഷ്ടി ദേവി തന്നെയാണ് നടത്തുന്നത്, സ്ഥിതി ദേവി തന്നെയാണ് ചെയ്യുന്നത്, സംഹാരവും ദേവി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ഇതെല്ലാം ഈ ലോകത്തിന്റെ നിയതി, എങ്ങനെയാണത് പോണം, എങ്ങനെ അത് ചരിക്കണം എന്നുള്ളതെല്ലാം, എപ്പോഴത് സൃഷ്ടിക്കപ്പെടണം, എപ്പോഴത് സംഹരിക്കപ്പെടണം, ഇങ്ങനെയുള്ള എല്ലാ നിയതികളും നിശ്ചയിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ലോകയാത്ര വിധായിനിയാണ്. വിധായിനി എന്ന് പറഞ്ഞാൽ വിശേഷേണ ധരിക്കുന്നവള്, ധാരണ ചെയ്യുന്നവള്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ലോകയാത്രാ വിധായിനി എന്ന് പറയുന്നു. ശരിക്കും 14 ലോകങ്ങളും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് അതിനെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതും ഒക്കെ ദേവി തന്നെയാണ്. അതിന്റെ നിയന്ത്രിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി വിധാതാവ് തന്നെയാണ് ദേവി. അതുകൊണ്ട് ലോകയാത്ര വിധായനി എന്ന് പറയുന്നു. ഇനി യാത്ര എന്നതിന് പ്രളയം എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ ആ അർത്ഥം എടുക്കുകയാണെങ്കിൽ ലോകങ്ങളുടെ അവസാനം,
ആ പ്രളയത്തിലാണ് അവസാനിക്കുന്നത് ലോകം. അപ്പോ ലോകത്തിന്റെ അവസാനമായിട്ടുള്ള പ്രളയം വിധാനം ചെയ്യുന്നത് ദേവി തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിലും ഒരു സംഹാര രൂപിണിയായി നിൽക്കുന്ന ദേവിയായാണ് ഇവിടെ ലോകയാത്ര എന്ന് പറഞ്ഞാൽ പ്രളയ സ്വരൂപിണിയായിട്ടും ദേവി തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടികർത്തിയും അതുപോലെ തന്നെ അതിനെ പരിപാലിക്കുന്നതും അതുപോലെ അതിന്റെ സംഹാരം ചെയ്യുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി തന്നെയാണ് അതിന്റെ നിയന്ത്രിക്കുന്ന പരമശക്തി. അതുകൊണ്ട് ദേവി ലോകയാത്ര വിധായിനി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 666 നാമം ഏകാകിനി. ദേവി ഏകാകിനിയാണ്. എന്തുകൊണ്ടാണ് ദേവി ഏകാകിനി? ദേവി അല്ലാതെ ഒന്നുമില്ല അവിടെ, മറ്റാരുമില്ല. ബ്രഹ്മം തന്നെയാണ് ദേവി, ബ്രഹ്മാണ്ട സ്വരൂപിണിയാണ് ദേവി. ദേവിക്ക് മറ്റാരുമില്ല. നമ്മളെല്ലാം ദേവി നമ്മുടെ ഉള്ളിലാണെന്ന് അല്പമാത്ര പ്രാണനായ നമ്മള് വിശ്വസിക്കുകയാണ്. ശരിക്കും ദേവിയുടെ ഉള്ളിലാണ് നമ്മള്. ഈ സകല ചരാചരങ്ങളും ദേവിയുടെ ഉള്ളിൽ തന്നെയാണ്. ഒറ്റയായവളാണ് ദേവി, മറ്റൊന്നില്ല. അപ്പോ എന്താണത്? രണ്ടാമതായി ഒന്നുമില്ല എന്നാണ്. ഒന്നായ നിന്നെ എടുത്തെടുത്ത് പറയുന്നതാണ് നമ്മള്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായ ഒരു ഇണ്ടലാണ് ഇതെല്ലാം. ആ ഒന്നായിട്ടുള്ള ബ്രഹ്മസ്വരൂപം ഞാനും ബ്രഹ്മവും വേറെയാണെന്നുള്ള ആ ഈശ്വര ചൈതന്യം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം വേറെയാണെന്നുള്ള ആ ഒരു ഇണ്ടൽ, അതുകൊണ്ടുണ്ടായിട്ടുള്ള ആ കുഴപ്പങ്ങളാണ് ഇതെല്ലാം, അല്ലെ? അപ്പോ ഒറ്റയായവളാണ് ദേവി, മറ്റാരും കൂട്ടിന് വേണ്ടാത്തവളാണ് ദേവി. സർവപ്രപഞ്ചത്തിൽ നിന്നും അഭിന്നയായവളാണ് ദേവി. പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ അകത്താണ്. ദേവി മഹാത്മ്യത്തില് ശുംഭ നിശുംഭ വധത്തിന് ദേവി സപ്തമാതൃക്കളെ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ സപ്തമാതൃക്കൾ ദേവിയും ചാമുണ്ടയും രണ്ടുപേരാണുള്ളത്. ദൈവാത്മ്യത്തെ കുറിച്ച് വീണ്ടും നമ്മൾ പറയും, കുറച്ച് പെട്ടെന്ന് പോവാൻ നമുക്ക്. സപ്തമാതൃക്കളെയും അതുപോലെ തന്നെ ചാമുണ്ടയുടെ കൂടെ സപ്തമാതൃക്കളെ ദേവി സൃഷ്ടിക്കുന്നുണ്ട്. സപ്തമാതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിൽ നിന്നും വൈഷ്ണവിയും, അത് ബ്രഹ്മാവിൽ നിന്നും ബ്രാഹ്മി എന്ന ചൈതന്യവും, ഇന്ദ്രനിൽ നിന്നും ഐന്ദ്രിയും, കാർത്തികേയനിൽ നിന്ന് കൗമാരി എന്ന ചൈതന്യവും, ഇങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ദേവി വാരാഹി, നാരസിംഹി, ഇങ്ങനെ 7 മാതാക്കളെ സൃഷ്ടിച്ച് ശുംഭ നിശുംഭ വധം ചെയ്യുമ്പോ ശുംഭൻ പറയുന്നുണ്ട് ദേവിയോട്, ദേവി മഹാത്മ്യത്തില്, ഹേ ദേവി, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്നായിട്ട് വാ, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, നീ എന്തിനാണ് ഇത്ര ആളൊക്കെ കൂട്ടി എന്റെ അടുത്ത് വരുന്നത് എന്ന് പറയുമ്പോ ദേവി പറയുന്നുണ്ട്, ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയ കാ മമാപര. ഏകൈവാഹം ജഗത്യത്ര, ഈ സർവ ജഗത്തും ഞാൻ എന്ന ഏകമാണ്. ദ്വിതീയ കാ മമാപര, എന്നെ കൂടാതെ ഇവിടെ ആരാണ് അപരമായിട്ടുള്ളത് എന്ന് ദേവി പറഞ്ഞിട്ട് ആ വധത്തിന് ശേഷം ദേവിയിൽ തന്നെ ഈ എല്ലാ സപ്തമാതൃക്കളും അന്തർലീനമാകുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശുംഭൻ നിശംബനും. അപ്പോ ഇവിടെ ദേവി അദ്വിതീയയാണ്, ദേവി ഏകയാണ്, ദേവി തന്നെയാണ് ഈ ബ്രഹ്മാണ്ടത്തിലുള്ളൂ. അതുകൊണ്ട് ദേവി ഏകാകിനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 667 നാമം ഭൂമരൂപ. ഭൂമരൂപ. ഭൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തമായിരിക്കുന്നതിനാണ് ഭൂമ എന്ന് പറയുന്നത്. അതിവിപുലമായത്. അപ്പൊ എന്താണത്? അനന്തവും അതിവിപുലവും എന്താണ്? ബ്രഹ്മം. അപ്പോ ഏറ്റവും ചെറിയത്, ഏറ്റവും വലിയത്, അതെല്ലാം എന്താണ്? ബ്രഹ്മമാണ്. ഒരു ആറ്റം, ആ ആറ്റത്തിന്റെ വിഘടന നടത്തുമ്പോൾ കിട്ടുന്ന ശക്തി എന്തായിരിക്കും? ഒരു ആറ്റം ബോംബ് പൊട്ടുമ്പോ അതിവിപുലമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും അണുരൂപത്തിലിരിക്കുന്നത്. എത്ര ബൃഹത്തായി കാണുന്നുവോ നമ്മുടെ നേത്രങ്ങൾക്ക്, അത്രയും ശക്തി അതിന് കുറവാണ്. അതേസമയത്ത് എത്ര ചെറുതായിരിക്കുന്നുവോ അത്രയും ശക്തിശാലിയാണ്. അപ്പൊ ബ്രഹ്മം തന്നെയാണ് ദേവി. എല്ലാം അനന്തമായ ബ്രഹ്മം തന്നെയാണ് ആ ദേവി. അതുകൊണ്ട് തന്നെ ദേവിയെ ഭൂമരൂപ എന്ന് പറയും. അപ്പൊ കാണുന്നതൊക്കെയും ദേവിയാണ്, ഇനി കാണാത്തതൊക്കെയും ദേവിയാണ്. കാണുന്നത് എന്താണ്? ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമ്മുടെ ബുദ്ധിക്ക് കൊടുക്കാൻ കഴിയുന്ന ആ ആജ്ഞകളെ കൊണ്ട് വേർതിരിച്ചറിയാവുന്നത് മാത്രമാണ്. എത്ര ചെറുതാണത്, അതിനൊക്കെ എത്രയോ അപ്പുറമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ദേവി ഭൂമരൂപ എന്നറിയപ്പെടുന്നു. ഇനി ഭൂമ എന്ന ശബ്ദത്തിന് ബഹു എന്നർത്ഥമുണ്ട്, മൾട്ടിപ്പിൾ, ഒന്നിൽ കൂടുതലുള്ളത് എന്നുള്ള. അപ്പോ ഏകസ്വരൂപിണിയായിട്ടുള്ള ദേവി തന്നെയാണ് സകല ചരാചരങ്ങളും ബ്രഹ്മാണ്ടങ്ങളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ ദേവി ഭൂമരൂപയാണ് അങ്ങനെയും, അല്ലെ?
അപ്പോ ദേവി അനന്തരൂപയാണ്, അതിവിപുലയാണ്. അങ്ങനെ ദേവി ഭൂമരൂപയാണ്. അതുപോലെ തന്നെ ദേവി തന്നെയാണ് ബഹു ആയി മാറിയിരിക്കുന്നത്, ബഹുവചനമായി മാറിയിരിക്കുന്നത്, മൾട്ടിപ്പിൾ ആയി മാറിയിരിക്കുന്നത്. ഒന്നായിരിക്കുന്ന ആ ആ പരശിവന് പലതാകാനുള്ള ശക്തി കൊടുത്ത് ഈ ദേവി തന്നെയാണ് പലതായിട്ട് ചരാചരങ്ങളുടെ ഒക്കെ ജീവനായി നിൽക്കുന്നത്. അതുകൊണ്ട് ദേവി ഏകസ്വരൂപിണിയായ ദേവി തന്നെയാണ്. കാണുന്നത് എല്ലാമായിട്ടുള്ള ബഹുസ്വരൂപിണിയായിട്ടുള്ള ഈ ചരാചര സൃഷ്ടികള്. അതുകൊണ്ട് ദേവി ഭൂമരൂപ എന്ന് പറയുന്നു. ഇനി 668 നാമം നിർദ്വൈത. അപ്പൊ ഇത് തന്നെയാണ്, ദ്വൈത ഭാവമില്ല. അപ്പൊ നമ്മൾ കണ്ടു, ഏക ഭൂമരൂപയാണ് കണ്ടു, ഏകാകിനിയാണെന്ന് കണ്ടു. അപ്പൊ ദേവിക്ക് നിർദ്വൈത, ദ്വൈത രൂപമില്ല, മറ്റൊന്നില്ല, എല്ലാം ദേവി തന്നെയാണ്. അപ്പൊ നമ്മള് സമുദ്രം കാണുന്നു. സമുദ്രത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? തിരമാലകള്. ഒരു തിരമാല വരും, പോവും. വീണ്ടും ഒരു തിരമാലകൾ വരും, പോവും. അപ്പൊ തിരമാല വരും, പോവും. പക്ഷെ സമുദ്രം പോകുന്നുണ്ടോ? സമുദ്രത്തിലെ ജലം പോകുന്നുണ്ടോ? ആ സമുദ്രം അതുപോലെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ആഭരണം നമ്മൾ നിർമ്മിക്കുന്നു. ആ ആഭരണം ഉണ്ടാകും, പൊട്ടിപ്പോവും, മറ്റൊന്നാക്കി മാറ്റാൻ പറ്റും. പക്ഷെ സ്വർണമോ? സ്ഥിരമാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ബ്രഹ്മം. ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിളുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പൊ ബ്രഹ്മത്തിന് അത് ശാശ്വതമാണ്, അതിന് ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് ദ്വൈതമില്ല അതിന്. അത് അദ്വൈതമാണ്, ഏകമാണ്, അദ്വിതീയമാണ്, നിരുപമമാണ്. എല്ലാ നാമങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പോ ഈ ദേവി ബഹുരൂപിണിയാണെങ്കിലും ഏകയാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ നിർദ്വൈത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 669 വീണ്ടും അതേ അർത്ഥം കൊണ്ടുവരുന്നു, ദ്വൈതവർജിത. നിർദ്വൈത എന്ന് പറഞ്ഞു, ദ്വൈതഭാവത്തെ എക്കാലത്തും വർജിച്ചവളാണ് ദേവി. അപ്പോ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ദേവിക്ക് അറിയാം. ദേവി തന്നെയാണ് നമ്മളുടെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ചൈതന്യം. ഞാൻ എന്ന ഭാവം നമ്മള് കാണിക്കുമ്പോഴേ അറിയണം നമുക്ക്, ആ ദേവി തന്നെ ഏകസ്വരൂപിണിയായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള ആ ദേവി തന്നെയാണ് നമ്മൾ എല്ലാവരുമായിട്ട് ആ ചൈതന്യമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് അന്യമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോ നമ്മളൊക്കെ ദേവിയുടെ സ്വരൂപം തന്നെയാണ്. ദ്വൈതമില്ല ദേവിക്ക്. ദേവിക്ക് ദ്വൈതമില്ല എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊന്നും അന്യരല്ല. നമ്മളൊന്നും ആ ഈശ്വര ചൈതന്യത്തിൽ നിന്നും, ആ മാതൃസ്വരൂപിണിയായിട്ടുള്ള ദേവിയിൽ നിന്നും അന്യല്ല. അതുകൊണ്ട് ദ്വൈതവർജിതയായ ദേവി തന്നെയാണ് നമ്മൾ. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിരിക്കുന്നുള്ള സത്യം മനസ്സിലാക്കി അതുപോലെ ആ പരമപദത്തെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ദ്വൈതവർജിത എന്ന നാമം അതെപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കണം. അപ്പൊ അങ്ങനെ ദ്വൈതഭാവമില്ലാത്ത ആ ദേവി തന്നെ നാം എന്ന് സങ്കല്പിച്ച് അടുത്ത നാമത്തിലേക്ക്, അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 131 ശ്ലോകം കഴിഞ്ഞു. 132 ശ്ലോകമാണ് ഇനി. അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ. അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ. ഓരോ നാമങ്ങളായി നോക്കാം. 669 മുതൽ 677 വരെയുള്ള 9 നാമങ്ങളാണ്. ഒരൊറ്റ ശ്ലോകത്തിൽ 9 നാമങ്ങളാണ്. ചെറിയ ചെറിയ നാമങ്ങളാണ്, അധികം ബുദ്ധിമുട്ടില്ലാത്ത നാമങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും അർത്ഥം കാണാം. അന്നദ. അന്നദ, ദ എന്നാണ് കേട്ടോ ഇവിടെ. ധ എന്നോ താ എന്നോ പറയരുത്. അന്നദ. അന്നദ എന്ന് പറഞ്ഞാൽ അന്നം ദാനം ചെയ്യുന്നവളാണ് ദേവി. സകലർക്കും അന്നം ദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പോ സകല പ്രാണികളുടെയും ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള അന്നം. ആദ്യം ശരിക്കും അന്നം എന്താണ്? സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നതാണ് അന്നം, അല്ലെ? സസ്യങ്ങളെ, അപ്പൊ മാംസബുക്കുകളായിട്ടുള്ള പ്രാണികള് സസ്യബുക്കുകളായിട്ടുള്ള പ്രാണികളെയാണ് തിന്നുന്നത്. അവ കഴിക്കുന്നത് സസ്യങ്ങളാണ്. അപ്പോ ശരിക്കും ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന എല്ലാ അന്നവും ദേവി ദേവി തന്നെയാണ് തരുന്നത്. അതിന്റെ ശരിയായ കണികകള് സസ്യരൂപത്തിലാണ്. അതിനുശേഷം അത് മാംസബുക്കുകളും അതുപോലെ തന്നെ മിശ്ര ബുക്കുകളും ഒക്കെ ആയി മാറും. അപ്പൊ ദേവി തന്നെയാണ് അന്നദാതാവായിട്ട് ആഹാരം പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ജീവികൾക്കും അന്നം പ്രദാനം ചെയ്യുന്ന ദേവിയെ, അന്നം ദാനം ചെയ്യുന്ന ദേവിയെ അന്നദ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ദേവി ആരാണ്? അന്നപൂർണേശ്വരിയാണ് ദേവി, അല്ലെ? ശങ്കരാചാര്യര് എങ്ങനെയാണ് പറഞ്ഞ ആചാര്യസ്വാമികള്?
അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി എന്നാണ്. അപ്പോ എന്താണ്? അന്നപൂർണേ സദാപൂർണേ. ആരാണത്? ശങ്കരപ്രാണവല്ലഭേ. ആ മാതാവായിട്ടുള്ള ദേവിയാണ് വിളിക്കുന്നത്. നീ അന്നപൂർണയാണ്, നീ സദാപൂർണയാണ്, നീ ഭിക്ഷാന്തേഹി ച പാർവതി എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും കാശിയില് അന്നപൂർണാദേവിയായിട്ട്, അങ്ങനെ കാശി വിശ്വനാഥന്റെ അടുത്തിരിക്കുന്നതും ദേവി തന്നെയാണ്. അന്നപൂർണ സ്വരൂപിണിയായിട്ടുള്ള ആ ദേവി ചൈതന്യം തന്നെയാണ് കാശിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മള് ഉച്ചയ്ക്കുഴറി വരുന്ന ജനത്തിനു വെച്ചിഹ ചോറു കൊടുപ്പവളേ ജയ സുന്ദരരൂപേ ഗിരിതനയെ ചെറുകുന്നിലമർന്നെഴുമമ്മേ ജയ ജയ. നമ്മള് ചെറുകുന്നിലമ്മയായിട്ടിരിക്കുന്ന അന്നപൂർണേശ്വരി, കേരളത്തിലെ ധാരാളം ക്ഷേത്രങ്ങളിൽ ചെറുകുന്നിലമ്മയായിട്ടിരിക്കുന്നത് അന്നപൂർണേശ്വരി ആയിട്ടുള്ള ദേവി തന്നെയാണ്. ചെറുകുന്നിലമ്മ സ്തുതി നമ്മൾ എപ്പോഴും ഈ നവരാത്രി കാലത്തൊക്കെ ജപിക്കാറുണ്ട്. അവിടെയും പറയുന്നത് എന്താണ്? ഉച്ചയ്ക്കുഴറി വരുന്ന ജനത്തിന് വെച്ചിഹ ചോറ് വിളമ്പവളേ ജയ എന്നാണ് പറയുന്നത്. അപ്പൊ ദേവി തന്നെയാണ് എല്ലാം. ആ ഗിരിതനയ തന്നെയാണ് സകലർക്കും അന്നം ദാനം ചെയ്യുന്നവൾ. അതുകൊണ്ട് ദേവി അന്നദ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 670-ാമത് നാമം നോക്കാം. വസുധ. ഇവിടെയും ദ എന്നാണ്. കാരണം വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയായി മാറും. ഇവിടെ വസുധ ആ മൃദുവായിട്ടുള്ള ദായാണ്. വസുവിനെ ദാനം ചെയ്യുന്നവൾ. ഇപ്പൊ വസു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ദാനം, ധനം, സമ്പത്ത്, ഐശ്വര്യം, ഇതിനൊക്കെ വസു എന്ന് പറയും. അപ്പൊ നമുക്ക് ധനം തരുന്നതും സമ്പത്ത് തരുന്നതും ഐശ്വര്യങ്ങൾ തരുന്നതും ഒക്കെ ദാനം ചെയ്യുന്നത് ആരാണ്? വസുവിനെ ദാനം ചെയ്യുന്നവരാ ആളാണ് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം വസുധ എന്ന നാമമാണ്. വസുധ എന്നല്ല, വസുധ. ചൊല്ലുമ്പോ ഒരക്ഷരം മാറിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് തെറ്റിയാൽ കുഴപ്പമുണ്ടെന്നല്ല. പക്ഷേ നമ്മൾ തെറ്റിച്ചെല്ലുമ്പോ അതിന്റെ അർത്ഥം മുഴുവൻ മാറുകയാണ്. ദേവിയുടെ തന്നെയാണ് എല്ലാ ഭാഷകളും. അതുകൊണ്ട് നമുക്കതിനെ വളരെ കാര്യമായി എടുക്കണ്ട. പക്ഷെ കഴിയുന്നതും പഠിക്കുന്നവര് കൃത്യമായിട്ട് തന്നെ നാമങ്ങൾ ഉച്ചരിക്കാൻ ശ്രമിക്കണം. അപ്പോ മനുഷ്യർക്ക് ധനം ആർക്കാണ് വേണ്ടത്? സമ്പത്ത് ആർക്കാണ് വേണ്ടത്? സൗന്ദര്യം ആർക്കാണ് വേണ്ടത്? ജ്ഞാനം ആർക്കാണ് വേണ്ടത്? ആലോചിച്ച് നോക്കൂ. വേറെ ഒരു ചരാചരങ്ങൾക്ക് ആവശ്യമില്ല, മനുഷ്യർക്കൊഴികെ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മായ തന്നുവിട്ടിരിക്കുന്നത് നമുക്കാണ്. ഏറ്റവും ജ്ഞാനം ആർജിക്കാനുള്ള കഴിവും എല്ലാം തിരസ്കരിച്ച് സകലതും വേണ്ട എന്ന് പറഞ്ഞ് ഡിറ്റാച്ച്മെന്റ് ആയി ബ്രഹ്മജ്ഞാനിയായിട്ട് നടക്കാനുള്ള ഋഷി മുനികളുടെ ബുദ്ധിയും എല്ലാം വേണമെന്ന് പറഞ്ഞ് അത്യാർത്തിയോടുകൂടി വാരിക്കൂട്ടുന്ന ആ സ്വഭാവവും രണ്ടും നമുക്ക് തന്നിരിക്കുന്നത് ഈ ദേവിയാണ്. അപ്പോ മനുഷ്യർക്ക് മാത്രമേയാണ് ഇതൊക്കെ വേണ്ടുള്ളൂ, അല്ലേ? ഈ ധനം, സമ്പത്ത്, സൗന്ദര്യം, ജ്ഞാനം എല്ലാം അവർക്കേ വേണ്ടുള്ളൂ. അപ്പൊ അതെല്ലാം കൊടുക്കുന്നത് ആരാണ്? ഈ വസു ദേവി തന്നെയാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഇനി വസു എന്നതിന് മറ്റൊരർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രകാശം, കാന്തി എന്നൊക്കെ അർത്ഥമുണ്ട്. ജലം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഇതെല്ലാം ദാനം ചെയ്യുന്നവളാണ്. ഈ ലോകത്തിന്റെ പ്രകാശം തന്നെയാണ് ദേവി, ഈ ലോകത്തിന്റെ കാന്തി തന്നെയാണ് ദേവി. അതുകൊണ്ടൊക്കെ ദേവിയെ വസുധ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ സ്പഷ്ടമായിട്ടുള്ള അർത്ഥം വസു എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, ഐശ്വര്യം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളാണ്. അതിനെല്ലാം ദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി വസുധ. ഇനി 671-ാമത്തെ നാമം വൃദ്ധ. ഇവിടെ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ വയസ്സൻ, പടുകിഴവൻ, ഒന്നിനും കൊള്ളാത്തവൻ, അല്ലെങ്കിൽ കിഴവി, അങ്ങനെയല്ല. വൃദ്ധ എന്ന് പറഞ്ഞാൽ വൃദ്ധിയെ പ്രാപിച്ചവൾ. ദേവി തന്നെയാണ് വൃദ്ധ. വൃദ്ധിയെ പ്രാപിച്ചവളാണ്. വൃദ്ധി എന്ന് പറഞ്ഞാൽ വികാസം, സമ്പൂർണമായ വികാസമാണ് വൃദ്ധി. ഇനി ഒന്നും വികസിക്കാനില്ല, കംപ്ലീറ്റ് ആയി. അപ്പൊ കംപ്ലീറ്റ് ഹോൾനെസ് ആണ് ദേവി. അതുകൊണ്ടാണ് ദേവിയെ വൃദ്ധ എന്ന് പറയുന്നത്. ശരിക്കും ആത്യന്തികമായിട്ട് ജഗദ്രൂപമായി അഭിവൃദ്ധിയെ പ്രാപിച്ചവളാണ് ദേവി. ജഗദ്രൂപമായിട്ട് തന്നെ ഇനി ഒന്നും വികസിക്കാനില്ല, അങ്ങനെ വികസിച്ചിരിക്കുന്നതാണ്. ആ ഏറ്റവും അണോരണീയാൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും ഏറ്റവും മഹത്തായ അവസ്ഥയെ പ്രാപിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവി വൃദ്ധ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ശരിക്കും ഒരാള് വൃദ്ധാവസ്ഥയെ പ്രാപിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന ആ എക്സ്പീരിയൻസ്? ലോകത്തിലുള്ള ജ്ഞാനം, അറിവ്, അതെല്ലാം വികസിച്ചുകൊണ്ട് ആ ഇരിക്കുന്ന അവസ്ഥയാണ് വൃദ്ധാവസ്ഥ.
അല്ലാതെ ജരാനരകൾ ബാധിച്ച അവസ്ഥയല്ല ആത്മീയമായിട്ട് വൃദ്ധ എന്ന് പറയുന്നത്. വൃദ്ധാവസ്ഥയായി കഴിഞ്ഞാൽ ആത്മീയ ജ്ഞാനം എത്തി, ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലാണ് ശരിക്കും വൃദ്ധാവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയുക. അപ്പോ അറിവും അനുഭവ സമ്പത്തും നേടിയിട്ട് വൃദ്ധിയെ പ്രാപിക്കുന്ന അവസ്ഥയ്ക്കാണ് വൃദ്ധ എന്ന് പറയുന്നത്. അത് ദേവി തന്നെയാണ് ആ അവസ്ഥയും. ശരിക്കും ജ്ഞാനവൃദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ട്, ധർമ്മവൃദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ട്, ശീലവൃദ്ധത്വമുണ്ട്, അതുപോലെ തന്നെ ധനവൃദ്ധത്വമുണ്ട്. ഇതിനൊക്കെ അപ്പുറം ആണ് എന്ത്, ആ സമ്പൂർണമായിട്ടുള്ള ആത്മജ്ഞാനം നേടിയിട്ടുള്ള ആ വൃദ്ധി. ആ വൃദ്ധിയെ പ്രാപിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ വൃദ്ധ എന്ന് പറയുന്നു. വയോവൃദ്ധരല്ല ഇവിടെ. ഇപ്പൊ സനകാദികളൊക്കെ എന്നും സനകാദികള് 5 വയസ്സുള്ളവരായിരുന്നു, പക്ഷെ അവർ സമ്പൂർണരായിരുന്നു, അല്ലെ? അപ്പോ ആ സമ്പൂർണമായിട്ടുള്ള വൃദ്ധാവസ്ഥയെ പ്രാപിച്ചവരാണ്. ജരാനരയുള്ള വൃദ്ധാവസ്ഥയല്ല അവിടെ പറയുന്നത്. അങ്ങനെ ആ സമ്പൂർണത്വം, ഹോളായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ച ദേവിയെ വൃദ്ധ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാം ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ പ്രാപിച്ച ഏതൊരാളും ആ വൃദ്ധാവസ്ഥയെ പ്രാപിച്ചവരാണ്. ഇനി 672 നാമം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി. ഒറ്റ നാമമാണ്, ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി. അപ്പൊ ഇവിടെ 2 വേർഡുകളുണ്ട്, ബ്രഹ്മം, ഐക്യം. ഇത് രണ്ടിന്റെയും സ്വരൂപമാണ് ദേവി, സ്വരൂപമായിരിക്കുന്നവൾ. ബ്രഹ്മം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്. നമ്മൾ കണ്ടു അത്. ആ ചൈതന്യമാണ് ദേവി. അപ്പോ ബ്രഹ്മമായിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ദേവി. അതുകൊണ്ട് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു. ഇനി ആത്മാവ് എന്താണ്? ഓരോ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തെ ആത്മാവ് എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മം തന്നെയാണ് ഇവിടെ, അല്ലെ? ആത്മാവായിട്ട് നമ്മൾക്ക് കിട്ടിയ ശരീരം, അല്ലെങ്കിൽ ചരാചരങ്ങൾക്ക് കിട്ടിയ ശരീരം എങ്ങനെയാണ്? തന്റെ സഞ്ചിത കർമ്മങ്ങളും ആർജിത കർമ്മങ്ങളും സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് ആശയാകുന്ന പാശത്തിൽ കുടുങ്ങി കർമ്മം ചെയ്ത് നമ്മൾ ഇങ്ങനെ ജനിക്കുകയാണ്. ഓരോ പുഴു മുതൽ, അല്ലെ, പുല്ല് മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ചരാചരങ്ങളുമായിട്ട് നമ്മൾ ജനിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ പ്രാണൻ കൊടുക്കുന്നത് ആ ബോഡിയില്, ആ കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ആ ശരീരത്തില് പ്രാണനായി കുടുങ്ങിക്കിടക്കുന്നത് ആരാണ്? ആ ബ്രഹ്മ ചൈതന്യം തന്നെയാണ്. അതിനെ അറിയുന്നില്ല. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ജനന മരണ ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയെ പ്രാപിക്കും. അപ്പോ ബ്രഹ്മത്തിനെ, ആത്മാവിനെ ബ്രഹ്മവുമായിട്ടുള്ള ഐക്യം കൊടുക്കുന്നവളാണ് ദേവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദേവി? കൈവല്യ പദദായിനിയാണ് ദേവി. ഓരോ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യം, ആ ആത്മാ ചൈതന്യത്തെ തന്റെ ബ്രഹ്മ ചൈതന്യമായിട്ട് ലയിപ്പിക്കുന്നവളാണ് ദേവി. ഏകരൂപ്യം സാരൂപ്യം പ്രാപിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി എന്ന് വളരെ വളരെ ഗാഠമായ അർത്ഥമുള്ള ഒരു നാമമാണിത്. അതിനെ വളരെ വൃത്തിയായി മനസ്സിലാക്കണം അത് ചൊല്ലുമ്പോൾ. ഇപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു, സമുദ്രങ്ങളില് ജലമുണ്ട്, തരംഗങ്ങളില് ജലമുണ്ട്. പക്ഷെ ജലം ഒന്നേ ഉള്ളൂ. സമുദ്രം വേറെ, തരംഗം വേറെ, തിരമാല വേറെ, അതൊന്നുമില്ല. ഒറ്റ ഒന്നേ ഉള്ളൂ, ജലമേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് തത്വമസി എന്നുള്ള, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള എല്ലാ മഹാവാക്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ആ ബ്രഹ്മത്തിന്റെ ചൈതന്യമാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്, പ്രാണൻ എന്ന് പറയുന്നത്. അതിന് രണ്ടിനെയും ഐക്യം കൊടുക്കുന്നത് ആരാണ്? ആ കൈവല്യം കൊടുക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി എന്ന് പറയുന്നു ദേവിയെ. ഇനി 673 നാമം ബൃഹതി. ബൃഹത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹത് എന്നുള്ളതിന്റെ സ്ത്രീലിംഗ പദമാണ് ബൃഹതി എന്നുള്ളത്. ബൃഹത് എന്നുള്ളത് നപുംസകലിംഗമാണ് സംസ്കൃതത്തില്. ബൃഹതി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ത്രീലിംഗ പദമാണ്. മഹത്തായവള്, ഏറ്റവും വലിയവള്. ബൃഹത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹദീശ്വര ടെമ്പിൾ നമ്മള് ലളിതാ സഹസ്രനാമത്തിൽ ഒരു വട്ടം ഇട്ടിരുന്നു. ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലത്തെ അമ്പലമാണ് ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും ഇവിടെ മഹതോ ഏറ്റവും വലുതാണ്. മഹതോ മഹീയസ്വദാ ബൃഹതി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സൗഭാഗ്യസ്കരം, മഹീയസിനേക്കാൾ വലുത്, അതെ, മഹീയസിനേക്കാൾ മഹത്തായത്. ഏറ്റവും വലുതായിരിക്കുന്നത് എന്താണോ അതിനേക്കാൾ വലുതായതാണ്, അതിനെയാണ് ബൃഹതി എന്ന് പറയുന്നത്. ചെറുതിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞ പോലെ വലുതിനേക്കാളും വലുത്, അതാണ് ബൃഹതി. ദേവി തന്നെയാണ് ഇവിടെ അണോരണീയാൻ മഹതോ മഹിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ചെറുതിനേക്കാൾ ചെറുതും ദേവി തന്നെയാണ്,
ഏറ്റവും വലുതിനേക്കാൾ വലുതായി ബ്രഹ്മസ്വരൂപിണിയായതും ദേവി തന്നെയാണ്. അപ്പോ ബ്രഹ്മം എന്നുള്ളതിന്റെ സ്ത്രീലിംഗമായിട്ട് നമുക്ക് ബൃഹതി എന്ന നാമത്തെ കാണാം. ബ്രഹ്മം എന്നുള്ളത് പുല്ലിംഗമാണ്, അതിന്റെ സ്ത്രീലിംഗമായിട്ട് ബൃഹതി എന്ന് കാണാം നമുക്ക്. അപ്പൊ ജഗത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള ബ്രഹ്മം തന്നെയായിരിക്കുന്നവളാണ് ദേവി. ആ ദേവിയെ ബൃഹതി എന്ന് പറയുന്നു. ഇനി ബൃഹതി എന്നതിന് ശരിക്കും വീണ്ടും അർത്ഥങ്ങൾ പറയാം, അത്രയും ശരിയായ രീതിയിൽ യോജിക്കില്ലെങ്കിലും. ബൃഹതി എന്ന് പറഞ്ഞാൽ ഇപ്പോ ലളിതാ സഹസ്രനാമം രചിച്ചിരിക്കുന്നത് അനുഷ്ടുപ്പ് വൃത്തത്തിലാണ്. ഒരുപാട് കൃതികള് 8 വരികളുള്ള, 8 വരികളിലെ 8 അക്ഷരങ്ങളുള്ള ആ കണക്കിലാണ്, ഛന്ദസ്സുകൾ യോജിപ്പിച്ചിട്ടാണ് ഈ അനുഷ്ടുപ്പ് വൃത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 9 അക്ഷരം വീതം ഒരു വരിയില് 9 അക്ഷരമുണ്ട്. അങ്ങനെ 8 വരി കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ബൃഹതി എന്ന് പറയുന്നത്. അതൊരു വൃത്തമാണ് സംസ്കൃതത്തില്. അനുഷ്ടുപ്പ് എന്ന് പറയുന്നത് പോലെ ബൃഹതിയും ഒരു വൃത്തമാണ്. അപ്പൊ വളരെ പ്രശസ്തമായ ഒരു വൃത്തമാണ്. ഇനി സാമവേദത്തില് ബൃഹത് സാമ മന്ത്രം എന്ന് പറഞ്ഞ അതിപ്രശസ്തമായിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. ഭഗവത്ഗീതയിലെ കൃഷ്ണൻ ഓരോരോ കാര്യങ്ങളും ഉപമിക്കുന്നുണ്ട്. വേദങ്ങളിൽ ഞാൻ ഈ വേദമാണ്, വാളുകളിൽ ഞാൻ ഈ വൃക്ഷമാണ്, അരയാലാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനെയും പറയുമ്പോ ബൃഹത് സാമ തഥാ സാംനാം ഗായത്രി ഛന്ദസാമഹം എന്ന് ഭഗവാൻ എവിടെ പറഞ്ഞിരിക്കുന്നത്? ബൃഹത് സാമ തഥാ സാംനാം. അപ്പോ എന്തിലാണ് പറയുന്നത്? സാമവേദത്തിലെ സാമ്നങ്ങളില്, ഈ വേദങ്ങളിലെ ആ മന്ത്രങ്ങളിൽ ഞാൻ ഈ ഏത് മന്ത്രമാണ്? ബൃഹത് സാമ മന്ത്രമാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഛന്ദസ്സുകളിൽ ഞാൻ ഗായത്രിയാണ്, അതുപോലെ തന്നെ ഈ ബൃഹത് സാമങ്ങളിൽ ഞാൻ ബൃഹത് സാമമാണ്, സാമവേദ മന്ത്രങ്ങളിൽ ഞാൻ ബൃഹത് സാമ മന്ത്രമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബൃഹതി എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ഇനി 674 നാമം ബ്രാഹ്മണി. ബ്രഹ്മത്തെ അറിയുന്നവൾ ആരോ, ബ്രഹ്മത്തെ അറിയുന്നവൻ ആരോ അവൻ ബ്രാഹ്മണൻ, ബ്രഹ്മത്തെ അറിയുന്നവൾ ആരോ അവൾ ബ്രാഹ്മണി. അപ്പൊ ഒന്ന് സ്ത്രീലിംഗമാണ്, ഒന്ന് പുല്ലിംഗമാണ്. ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് കിട്ടുന്നതല്ല. നമ്മൾക്കറിയാം, ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് ബ്രാഹ്മണാവസ്ഥ. അതാണ് ദ്വിജൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ജന്മം വേദമന്ത്രങ്ങൾ പഠിച്ച് ആ മായയിൽ നിന്നും മുക്തി നേടുന്ന അവസ്ഥയ്ക്കാണ് ദ്വിജൻ എന്ന് പറയുന്നത്. രണ്ടാം ജന്മമാണ്. അതുകൊണ്ടാണ് ദ്വിജപങ്ക്തി ദ്വയോജ്വല എന്ന് നമ്മൾ പല്ലിനെ വിശേഷിപ്പിച്ചത്. പല്ല് വീണ്ടും പോയിട്ട്, ബാല്യകാലത്തുണ്ടായ പല്ല് പോയി വീണ്ടും വരും. രണ്ടാം ജന്മമാണ് നമുക്കുള്ള പെർമനന്റ് ടൂത്തിനുള്ളത്. അതുകൊണ്ടും പല്ലിനെയും ദ്വിജപങ്ക്തി എന്ന് പറയും. നാമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മള്. അപ്പോ ഇവിടെ ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അതുപോലെ ബ്രാഹ്മണൻ എന്നുള്ള ആ ബ്രഹ്മജ്ഞാനം ലഭിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ബ്രാഹ്മണൻ. അപ്പൊ ദേവിക്ക് ബ്രഹ്മജ്ഞാനം ഒന്നും ലഭിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മള് ദേവി തന്നെ ബ്രഹ്മസ്വരൂപിണിയാണ്. അപ്പൊ ആർക്കാണ് ഇതിന്റെയൊക്കെ ആവശ്യം? മനുഷ്യർക്കാണ് ആവശ്യം. അപ്പൊ നമ്മൾക്കാണ് ദേവിയെ ആരാധിച്ചുകൊണ്ട് ആ ബ്രാഹ്മണി അവസ്ഥയെ പ്രാപിക്കേണ്ടത്, ബ്രഹ്മജ്ഞാനം പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് ദേവി ബ്രാഹ്മണി എന്ന നാമത്തിൽ അറിയുന്നു. ഇനി ദേവന്മാരില് ബ്രാഹ്മണൻ ശിവനാണ്. ബ്രാഹ്മണോ ഭഗവാൻ സാംബോ എന്ന് യോഗാവാസിഷ്ടത്തില് പറയുന്നുണ്ട്. വസിഷ്ഠമുനി ഉപദേശിച്ച യോഗാവാസിഷ്ടത്തില് പറയുന്നുണ്ട് ബ്രാഹ്മണോ ഭഗവാൻ സാംബോ എന്ന്. ഇപ്പൊ ദേവന്മാരില് ബ്രാഹ്മണത്വമുള്ളതാണ് ആർക്ക്? ശിവന്. ആ ശിവപത്നിയാണ് ദേവി. അതുകൊണ്ടും ദേവി ബ്രാഹ്മണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശരിക്കും നമുക്ക് ബ്രഹ്മത്തെ, ബ്രഹ്മജ്ഞാനമുള്ള ആള്, അതാണ് ബ്രാഹ്മണി എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 675 നാമം ബ്രാഹ്മി. ഒക്കെ കണക്റ്റഡ് നാമങ്ങളാണ്. പെട്ടെന്ന് പോകാൻ നമുക്ക്. ബ്രാഹ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ ബ്രഹ്മാവിനെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ചത്. അപ്പോ ബ്രഹ്മാണി എന്ന് പറയുന്നത് തന്നെയാണ് ബ്രാഹ്മി എന്ന് പറയുന്നത്. ബ്രഹ്മാണി എന്ന് നമ്മള്, ബ്രഹ്മാവിന്റെ പത്നിയാണ് ബ്രഹ്മാണി. അപ്പൊ സരസ്വതി രൂപിണിയാണ്, അല്ലെ? ബ്രഹ്മശക്തിയായവളാണ് ദേവി. അതാരാണ്? സരസ്വതി രൂപിണിയാണ്. അപ്പൊ ബ്രാഹ്മി എന്നുള്ളത് സപ്തമാതൃക്കളില് ദേവി സൃഷ്ടിച്ചതാണെന്ന് നമ്മൾ കണ്ടു. ബ്രഹ്മാവിന്റെ ശക്തി എടുത്തിട്ട് ദേവി ബ്രാഹ്മി എന്ന ശക്തി ഉണ്ടാക്കുന്നു. ആ ശക്തി പോയി കഴിഞ്ഞാൽ ബ്രഹ്മാവിന് അസ്തിത്വമില്ല. അപ്പൊ ദേവി തന്നെയാണ് ആ ശക്തി. അതിനെ വേർതിരിച്ചു കൊണ്ടുവരികയാണ് ശുംഭനിശുംഭന്മാരുമായിട്ട് പൊരുതുമ്പോൾ ദേവി ചെയ്യുന്നത്. ഹംസവാഹിനിയായിട്ടുള്ള ആ സരസ്വതി ദേവി തന്നെയാണ് ബ്രാഹ്മി എന്ന് പറയുന്ന ദേവിയുടെ ശക്തി. അപ്പോ സപ്തമാതൃക്കളിൽ ഒരാളാണ് ഈ ബ്രാഹ്മി. ബ്രാഹ്മി,
വൈഷ്ണവി, മാഹേശ്വരി, കൗമാരി, ഐന്ദ്രി, നാരസിംഹി, വാരാഹി. ഇങ്ങനെയാണ് 7 പേര്. ഈ 7 പേരുന്ന ശക്തികൾ ദേവി തന്നെയാണ്. ഈ 7 പേർക്കും ശക്തി കൊടുക്കുന്ന ആ ശക്തി വേറിട്ട് നിൽക്കുമ്പോൾ സ്ത്രീരൂപമായി മാറും. അതാണ് സപ്തമാതുക്കള്. അപ്പോ ഇനി ബ്രാഹ്മി എന്നുള്ളത് ഒരു ഔഷധമാണ്. ബ്രഹ്മി എന്ന് നമ്മൾ മലയാളികൾ പറയും. അപ്പൊ ബ്രഹ്മി എന്നുള്ള ഔഷധം ശരിക്കും ഓർമ്മശക്തിയൊക്കെ കൂട്ടുന്നതാണ് എന്ന് പറയും. സാരസ്വതാരിഷ്ടം അതിൽ എടുക്കുന്നു. അപ്പോ ആ ആ ഔഷധിയായിട്ട് നിൽക്കുന്നതും ദേവി തന്നെയാണ്. സകലർക്കും ഓർമ്മ കൊടുക്കുന്ന ഔഷധ രൂപിയായിട്ട് നിൽക്കുന്ന ആ സസ്യവും ദേവി തന്നെയാണ് എന്ന് നമുക്ക് ചെറുതായ രൂപത്തിൽ പറയാം. വലുതായ രൂപത്തിൽ പറയുമ്പോൾ ദേവി ആരാണ്? ബ്രാഹ്മി എന്ന് പറയുന്ന ആ ബ്രഹ്മാവിന്റെ ശക്തി തന്നെയാണ്. ഇനി 676 നാമം ബ്രഹ്മാനന്ദ. ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ അറിയാം എന്താ സാധനം എന്ന്. ധാരാളം നമ്മൾ കണ്ടതാണ് അല്ലെ? ആ പീയൂഷധാര അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഓരോ ശരീരകോശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ അതുല്യമായ ആനന്ദമാണ് ബ്രഹ്മാനന്ദം. ആ ബ്രഹ്മാനന്ദം തന്നെ സ്വരൂപമുള്ളവളാണ് ദേവി. ബ്രഹ്മാനന്ദം സ്വരൂപമായതാണ് ദേവി. ശരിക്കും നമ്മള് ഈ വളരെ നമ്മളെ പോലത്തെ ഈ ചരാചരങ്ങൾക്ക്, രോഗിക്ക് രോഗം മാറുമ്പോൾ ആനന്ദം ഉണ്ടാവും. ആനന്ദം അത് തന്നെ ദരിദ്രന് ധാരാളം ധനം കിട്ടുമ്പോൾ ആനന്ദം ഉണ്ടാവും. പരാജയപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് വിജയം കിട്ടുമ്പോൾ ആനന്ദം ഉണ്ടായി. സൗന്ദര്യമുള്ള ഒരാൾക്ക് എന്താണ് അത് കാണുക, സൗന്ദര്യം കാണുക, സൗന്ദര്യമുള്ള ശബ്ദം കേൾക്കുക, ഇതൊക്കെ കഴിയുന്നത് വളരെ ആനന്ദപ്രദായകമാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? ക്ഷണികമാണ്. കുറച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോവും. അപ്പോ ഈ ക്ഷണികമായിട്ടുള്ള ആനന്ദത്തിന് ഒന്നും ബ്രഹ്മാനന്ദവുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് അവസ്ഥയാണത്. എന്നും ആ അവസ്ഥയിലുള്ള അപ്പോ ശരിക്കും ഒരു പ്രാവശ്യം എന്താ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോ ആര് ശ്രീരാമകൃഷ്ണ പരമഹംസര് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അത്രേ, നിങ്ങൾ ഏത് ബ്രാൻഡാണ് കഴിച്ചതെന്ന് ഒരു കള്ളുകുടിയൻ ചെന്ന് ചോദിക്കത്രേ. അപ്പോ കള്ളുകുടിയനോട് അദ്ദേഹം പറയുന്നുണ്ട് അത്രേ, ഇത് ബ്രാൻഡിൽ കിട്ടില്ല, ഇത് അറിയണമെങ്കിൽ നീ ആ ഷാപ്പിന്റെ അടുത്ത് കൂടാതെ എന്റെ അടുത്തേക്ക് എന്നും വാ, നിനക്ക് ഞാനിത് പകർന്നു തരാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയാൾക്ക് ആത്മജ്ഞാനം കൊടുത്തു. അങ്ങനെ എന്നും വരാൻ തയ്യാറായ ആ മനുഷ്യന് ക്ഷണികമായിട്ടുള്ള ആ മദ്യലഹരിയിൽ നിന്നും ശരിക്കും ആനന്ദ ലഹരിയിലേക്ക് പരമഹംസര് അദ്ദേഹത്തെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്നെ ആ അനുഭൂതിയാണ്. ആ അനുഭൂതി അവസാനിക്കാത്ത അനുഭൂതിയാണ് ബ്രഹ്മാനന്ദം. ആ ബ്രഹ്മാനന്ദത്തെ ആ ദേവി തന്നെയാണ് ബ്രഹ്മാനന്ദം. അതുപോലെ തന്നെ ഋഷിമുനിമാർക്കും ഈ ബ്രഹ്മാനന്ദം അനുഭവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ശരിക്കും പല ആനന്ദങ്ങളും ഉണ്ട്. വിഷയം കൊണ്ടുള്ള ആനന്ദം, വാസനകൾ കൊണ്ടുള്ള ആനന്ദം, അതുപോലെ സ്വന്തം ഞാൻ എന്നുള്ള ആ ഇതിന് കിട്ടുന്ന ആനന്ദം, മുഖ്യമായിട്ടുള്ള ഒരു വസ്തു കിട്ടുമ്പോഴുള്ള ആനന്ദം, ആത്മാവിലുള്ള ആനന്ദം, അദ്വൈതാനന്ദം, രണ്ടില്ല ഒന്ന് തന്നെയാണെന്ന് അറിയുമ്പോഴുള്ള ആനന്ദം, ജ്ഞാനം വരുമ്പോഴുള്ള ആനന്ദം, ഇതിന്റെ ഒക്കെ ഊപ്പറാണ് മുകളിലാനന്ദ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ഇപ്പോ ബ്രഹ്മവും ജീവനും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ബ്രഹ്മാനന്ദം. അപ്പൊ നേരത്തെ കണ്ട നാമം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി എന്ന നാമം തന്നെയാണ് ബ്രഹ്മാനന്ദം. അതായിക്കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മാനന്ദം തന്നെയാണ്. അപ്പോൾ ദേവി തന്നെയാണ് ബ്രഹ്മാനന്ദ സ്വരൂപിണി എന്നതിലുപരി ഭക്തന്മാർക്ക് ബ്രഹ്മാനന്ദം പകർന്നു കൊടുക്കാനുള്ള കഴിവുള്ളവളാണ് ദേവി. ദേവിയെ ആശ്രയിച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ ഭക്തന് ബ്രഹ്മാനന്ദം ലഭിക്കും. അതുകൊണ്ട് ദേവി ബ്രഹ്മാനന്ദ സ്വരൂപിണിയാണ്. ഇനി 677 നാമം ബലിപ്രിയ. ബലിപ്രിയ. അപ്പൊ ബലികളിൽ പ്രിയമുള്ളവൾ. ബലി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അർത്ഥമെടുക്കാം ആദ്യമായിട്ട് യാഗം, പൂജ, ഇതിനൊക്കെ ബലി എന്ന് പറയും. അപ്പൊ ബലി പണ്ടൊക്കെ മൃഗബലി കൊടുത്തിരുന്നു. ശരിയാണ്. മൃഗബലി കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പൂജയാണ് ചെയ്യുന്നത്, അർപ്പിക്കുകയാണ്. നമ്മളെ സ്വയം അർപ്പിക്കുകയാണ്. യാഗവും പൂജയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളെ തന്നെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാഗം, പൂജ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇതിനൊക്കെ പ്രിയമുള്ളവളാണ് ദേവി. യാഗങ്ങളാലും പൂജകളാലും പ്രീതിപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ബലിപ്രിയ എന്ന് പറയുന്നു. ഇനി ബലി എന്ന് പറഞ്ഞാൽ ശരിക്കും ബലം, ശത്രുക്കളെ ജയിക്കാനുള്ള ശക്തി, അവിദ്യയെ ജയിക്കാനുള്ള ശക്തി, കാമക്രോധ ലോഭ മോഹാദികളെ ജയിക്കാനുള്ള ശക്തി, ഇതൊക്കെ ബലമാണ്. ഈ ബലം കൊടുക്കുന്നത് ആരാണ്? ദേവിയാണ്. അവിദ്യയെ ജയിക്കണമെങ്കിൽ ദേവിയുടെ കൃപ തന്നെ വേണം. അതുപോലെ തന്നെ കാമക്രോധ ലോഭ മോഹാദികൾ ജയിക്കണമെങ്കിലും ദേവിയുടെ കൃപ തന്നെ വേണം.
അതുകൊണ്ട് ദേവി ബലിപ്രിയയാണ്. ദേവി യാഗങ്ങളാലും പൂജയാലും പ്രീതിപ്പെടുന്നവളാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കാനുള്ള, അവിദ്യയെ ജയിക്കാനുള്ള ആ ശക്തി പ്രദാനം ചെയ്യുന്നവളാണ്. അതുകൊണ്ടും ദേവി ബലിപ്രിയ എന്ന് പറയുന്നു. ഇങ്ങനെ 132-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇനി 133-ാമത്തെ ശ്ലോകത്തിലോട്ട് പ്രവേശിക്കാം. ഭാഷാരൂപാ ബൃഹത്സേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യാ ശുഭകരി ശോഭനാ സുലഭാഗതി. ഭാഷാരൂപാ ബൃഹത്സേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യാ ശുഭകരി ശോഭനാ സുലഭാഗതി. ഇവിടെ 678 മുതൽ 683 വരെയുള്ള 6 നാമങ്ങളാണ് ഈ 133-ാമത്തെ ശ്ലോകത്തിലുള്ളത്. ഓരോന്നായിട്ട് കാണാം. ഭാഷാരൂപ, ഭാഷാരൂപ, ഭാഷയാകുന്ന രൂപത്തോടു കൂടിയവൾ. ദേവി എന്താണ്? ദേവി വർണ്ണാത്മികയാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം എന്നല്ല, അക്ഷരം എന്നുള്ള അർത്ഥവും നമ്മൾ കണ്ടു. സഹസ്ര രൂപത്തിലിരിക്കുന്ന ദേവിയുടെ രൂപത്തില് സഹസ്രവർണ്ണങ്ങളിലിരിക്കുന്ന ദേവി നമ്മൾ കണ്ടു. അപ്പോ ദേവി വർണ്ണാത്മികയാണ്, അക്ഷരസ്വരൂപിണിയാണ്. 51 അക്ഷരസ്വരൂപിണിയാണ് ദേവി. അപ്പോ ദേവിയുടെ തന്നെ വിഭൂതികളാണ് 51 അക്ഷരങ്ങളും. അതുകൊണ്ടാണ് എപ്പോഴും വാണീദേവി നന്നായിട്ട് വിളയാടണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. കാരണം അക്ഷരസ്വരൂപിണിയാണ് ദേവി. വളരെ മോശമായ രീതിയിൽ തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ രൗദ്രമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതേസമയത്ത് അതിന് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാം ദേവി തന്നെയാണ്. അപ്പോ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കുള്ള ഒരാശയം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക, അതിനെയാണ് ഭാഷ സഹായിക്കുന്നത്. അതിനുള്ള മാധ്യമമാണ് ഭാഷ. അപ്പൊ ഭാഷാരൂപ എന്ന് പറഞ്ഞാൽ ആ മാധ്യമം ആരാണ്? ദേവി തന്നെയാണ്. ആ മാധ്യമമാണ് അക്ഷരങ്ങള്. ദേവി അക്ഷരസ്വരൂപിണിയാണ്. ഇനി നമ്മള് ദേവിയുടെ നാമം കണ്ടതാണ്. പരാ എന്നുള്ള നാമം, പശ്യന്തി എന്നുള്ള നാമം, മധ്യമ എന്നുള്ള നാമം, വൈഖരി എന്നുള്ള നാമം. ഈ നാമങ്ങൾ 4 നമ്മൾ കണ്ടതാണ്. ശബ്ദത്തിന്റെ 4 അവസ്ഥകളാണ്. ആദ്യം ശബ്ദം, നാദബ്രഹ്മത്തിൽ നിന്ന് ശബ്ദം ഉറവെടുക്കുന്ന ആ അവസ്ഥയാണ് പരാ എന്ന് പറയുന്നത്. പരയ്ക്ക് പിന്നെയും 9 ഭാവങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള മനോന്മനി എന്നുള്ള നാമം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഉന്മനീഭാവം എന്നുള്ള അവസ്ഥ. അവിടെ നിന്നൊക്കെ കയറി പരാ എന്നുള്ള അവസ്ഥയിൽ എത്തുകയാണ്. പരാ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു വിത്ത്, ബീജമായിരിക്കുന്ന, ശബ്ദം പുറപ്പെടുവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ബീജ അവസ്ഥയിലിരിക്കുന്ന ഒരു വിത്തായിട്ട് നമുക്ക് പരയെ ഇവിടെ ശബ്ദവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സങ്കല്പിക്കാം. അത് കഴിഞ്ഞ് പശ്യന്തിയിൽ വരുമ്പോ അതിങ്ങനെ അത് മുളയ്ക്കാൻ തുടങ്ങുന്ന രീതിയിൽ അതിങ്ങനെ കുറേശ്ശെ വീർത്ത് വരുന്നതാണ്. അത് കഴിഞ്ഞ് മധ്യമ എന്ന് പറയുമ്പോൾ അതിന്റെ അങ്കുരം ഇങ്ങനെ വരാനായി നിൽക്കുന്നു. ആ വിത്തിന്റെ 4 ദിവസമൊക്കെ ഒരു പയറിനെ നനച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അങ്കുരം പൊട്ടില്ല. അതിന്റെ തൊലി പൊട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥ, അതാണ് മധ്യമ. ആൻഡ് വൈഖരി എന്ന് പറയുമ്പോൾ ഖണ്ഡത്തിലെത്തിയിട്ട് അത് പൊട്ടുന്ന ശബ്ദമായി മാറും. അതാണ് ആ വിത്ത് മുളച്ച് പുറത്തു വരുന്ന ശബ്ദമാണ് വൈഖരി എന്ന് പറയുന്നത്. അതാണ് ശബ്ദവും. നമ്മൾ ശബ്ദം പ്രകടിപ്പിക്കണമെങ്കിൽ അത് പരാവസ്ഥയിൽ നിന്നും പശ്യന്തിയിലും, പശ്യന്തിയിൽ നിന്ന് മധ്യമയിലും, മധ്യമയിൽ നിന്ന് വൈഖരി കണ്ഠസ്ഥമായിട്ടുള്ള ആ സ്ഥലത്തും എത്തണം. അപ്പോഴാണ് വൈഖരി നാദമായിട്ട് ശബ്ദം മറ്റൊരാൾക്ക് കേൾക്കത്തക്ക രീതിയിൽ പുറത്തു വരുന്നത്. നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലേ മനസ്സിൽ, ഒരാൾക്ക് കേൾക്കില്ല. കേൾക്കണമെങ്കിൽ വൈഖരി നാദമായി മാറണം അത്. അപ്പൊ വൈഖരി രൂപമാണ് ദേവി. ആ വൈഖരി രൂപമായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ദേവി തന്നെയാണ്. അപ്പൊ എന്റെ ഭാഷ കേമം, എന്റെ ദൈവം കേമം, നിന്റെ ദൈവം കേമം എന്ന് പറയുന്നത് പോലെ തന്നെ വിഡ്ഢിത്തമാണ് എന്റെ ഭാഷ കേമം. എല്ലാ ഭാഷയും ദേവി തന്നെയാണ്. വൈഖരി നാദമായിരിക്കുന്ന ദേവി തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഭാഷയും ശബ്ദബ്രഹ്മമാണ് അറിയുക. ശബ്ദത്തിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടം തന്നെ ഉണ്ടായത്. അതെല്ലാം നമ്മൾ വിശദമായി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് വൈഖരി നാദരൂപിയായിരിക്കുന്ന ആ ദേവി ഭാഷാരൂപയാണ്. ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ 679-ാമത്തെ നാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബൃഹത്സേന. ബൃഹത്സേന എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹത്തായ സൈന്യത്തോടു കൂടിയവൾ. ദേവിക്ക് വളരെ ബൃഹത്തായിട്ടുള്ള, ബൃഹതി എന്ന് കണ്ടു നമ്മള്, വളരെ വലുത്, വളരെ വലിയ സൈന്യത്തോടു കൂടി. ദേവിക്ക് എന്തിനാ സൈന്യം? വല്ല ആവശ്യമുണ്ടോ?
പക്ഷേ ഇതൊക്കെ നമ്മളെ പോലത്തെ അല്പമാത്ര പ്രാണികൾക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ശൗര്യം കാണിച്ചു കൊടുക്കണം. എന്നാലാണ് താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്താ, ദേവി ഏകയായിട്ട് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഈ ദേവിക്ക് ഒരു സൈന്യബലത്തിന്റെ ആവശ്യമില്ല. പിന്നെ ദേവിക്ക് സൈന്യം ലോക കാര്യത്തിനാണ്. പലപ്പോഴും ഇന്ദ്രൻ തന്റെ ദൈവികമായ ആ അംശങ്ങളെ അത് കുറയുമ്പോൾ, ആസുരികമായിട്ടുള്ള ശക്തി വരുമ്പോൾ, ഇന്ദ്ര പദവി നഷ്ടപ്പെടുമ്പോഴൊക്കെ ദേവിയാണ് വന്ന് പലപ്പോഴും ഇന്ദ്രനെ സഹായിച്ച് ഇന്ദ്ര പദവി കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ ലളിതാ സഹസ്രനാമം തന്നെ ഭണ്ഡാസുര വധോദ്യുക്തമായിട്ടാണ് വരുന്നത്. ഇവിടെ ഭണ്ഡാസുര വധോദ്യുക്തയായി നിൽക്കുന്ന ദേവിയാണ് നമ്മള് ആദ്യം കാണുന്നത് ലളിതാ സഹസ്രനാമത്തില്. ആ നാമങ്ങളൊക്കെ ഓർത്തു നോക്കൂ. ദേവിയുടെ സൈന്യങ്ങൾ ഏതൊക്കെയാണ്? ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഒറ്റ നാമമാണ്. ഭണ്ഡാസുരനെ വധിക്കാൻ ശക്തിസേനയോട്, തന്റെ തന്നെ ശക്തിയായി മാറിയിട്ടുള്ള സൈന്യങ്ങളുമായിട്ട് നിൽക്കുന്ന ദേവിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെയോ സമ്പത്കരി സമാരൂഢ സിന്ദുരവ്രജ സേവിത. സമ്പത്കരി ദേവിയെ കണ്ടു. ദേവിയുടെ തന്നെ അംശാവതാരമായിട്ടുള്ള സമ്പത്കരി സമാരൂഢ സിന്ദുരവ്രജ സേവിത. പെട്ടെന്നൊന്ന് നാമങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടി നമുക്ക് ഈ നാമത്തെ ഉപയോഗിക്കാം, ബൃഹസ്സേന എന്നുള്ളത്. സിന്ദുരവ്രജം എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്ദുരം എന്ന് പറഞ്ഞാൽ ആന എന്ന് നമ്മൾ കണ്ടു. ആനക്കൂട്ടങ്ങളാൽ, അപ്പൊ ദേവിയുടെ രണകോലാഹലൻ എന്ന് പറയുന്ന ഒരാളാലും തോൽപ്പിക്കാൻ പറ്റാത്ത ആ ശക്തിമത്തായിട്ടുള്ള ആനപ്പുറത്തിരുന്നിട്ടാണ് സമ്പത്കരി ദേവി വരുന്നത്. നമ്മൾക്കറിയാം, 4 കൈയിലും പിടിച്ചിരിക്കുന്ന രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. രാഗം, പാശം, അങ്കുശം, അതുപോലെ തന്നെ കരിമ്പിന്റെ വില്ല്, അമ്പ്, ഇങ്ങനെ ഈ 4 ആയുധങ്ങളിൽ നിന്നാണ് ഈ ദേവികളെ ദേവി സൃഷ്ടിക്കുന്നത്. അപ്പോ ആദ്യത്തെ സമ്പത്കരി ദേവിയെ പാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരുന്നത്. അത് ആനക്കൂട്ടങ്ങളുടെയൊക്കെ തലവിയായിട്ട് അങ്ങനെ ചെല്ലുകയാണ് യുദ്ധം ചെയ്യാൻ ഭണ്ഡാസുരനുമായിട്ട്. ഇനിയോ രണ്ടാമത്തത് ആരായിരുന്നു? അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി വിരാവൃത. ഒറ്റ നാമം നമ്മൾ കണ്ടതാണ്. അശ്വാരൂഢാധിഷ്ഠിതാശ്വ, അശ്വാരൂഢയായിട്ട് അശ്വത്തിലിരിക്കുന്ന കോടി കോടി വിരാവൃത. അശ്വാരൂഢ എന്നുള്ള ആ ദേവി അശ്വത്തിലിരിക്കുകയാണ്. അപരാജിത എന്നുള്ള അശ്വങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അശ്വത്തിന്റെ പുറത്ത് കയറിയിട്ട് വരികയാണ്. അവിടെ എന്താണ്? പാശമാണ്. അവിടെ എല്ലാം ദേവിയുടെ തന്നെ ആയുധങ്ങളാണ്. പാശത്തിൽ നിന്ന് സൃഷ്ടിച്ചതായിരുന്നു അശ്വാരൂഢയെ. ഇനിയോ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. ചക്രരാജരഥത്തിലേറിയിട്ട് ദേവി തന്നെ സർവായുധങ്ങളുമായിട്ട് നിൽക്കുകയാണ്, അല്ലെ? അതും കണ്ടു നമ്മൾ. അതിനുശേഷം ഗേചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിത. ദേവിയുടെ മുന്നിലും പിന്നിലും ദേവി ഗേചക്രരഥാരൂഢയായിട്ട്, ഗേയം എന്ന് പറഞ്ഞാൽ വാഴ്ത്തപ്പെടുന്നത്, ഗീതമായിട്ടുള്ളത്. ആ ചക്ര എന്ന് വെച്ചാൽ വേദങ്ങളാകുന്ന, വേദമന്ത്രസ്വരൂപിണികളാവുന്ന ദേവിയായിട്ടുള്ള ആരാണ്? മന്ത്രിണി. ദേവിയുടെ തന്നെ മന്ത്രിയായിട്ടുള്ള മന്ത്രിണി ദേവി. അത് തന്നെയാണ് ശ്യാമളാദേവി എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് മീനാക്ഷി എന്ന് കണ്ടു നമ്മള്. അത് തന്നെയാണ് ദേവിയുടെ ശ്യാമളാരൂപിണിയായിട്ടുള്ള ദേവിയാണ്. കാളിദാസൻ ജപിച്ചിട്ടുള്ള മാണിക്യവീണാം ഉപലാളയന്തി മദാലസാം മഞ്ജുള വാഗ്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗി മാതംഗ കന്യാം മനസാ സ്മരാമി എന്ന് പറഞ്ഞ മാതംഗിയും ഈ മന്ത്രിണി ദേവി തന്നെയാണ്. ദേവിയുടെ എവിടുന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന? കരിമ്പ് വില്ലിൽ നിന്നാണ് ദേവി സൃഷ്ടിച്ചതാരെ? ഈ ഗേയചക്ര രഥാരൂഢയായിട്ടുള്ള മന്ത്രിണിയെ. ഇനിയോ കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത. കിരിചക്രം, കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാഹി എന്നുള്ള ദേവിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നികളാണ് വരാഹം എന്ന് പറഞ്ഞാൽ. പന്നികൾ നയിക്കുന്ന ആ ഒരു കൂട്ടം, ആ സൈന്യവുമായിട്ട് വാരാഹി ദേവി ദണ്ഡനാഥ, ഒരു ദണ്ഡം പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ദണ്ഡിക്കും എന്ന് പറഞ്ഞ്. അത് എവിടുന്നാണ്? അമ്പിൽ നിന്നാണ്. ദേവിയുടെ വില്ലിൽ നിന്നും ഒരാളെ സൃഷ്ടിച്ചപ്പോൾ അമ്പിൽ നിന്നാണ് മറ്റൊരാളെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ജ്വാലാമാലിനി ആക്ഷിപ്ത വന്യപ്രാകാര മധ്യക. ഇനിയോ ജ്വാലാമാലിനിയെ തിഥികളില് 16 തിഥികളിൽക്കും ദേവി തന്നെയാണ് ദേവി. ആ ദേവിയിലെ ചതുർദശിയുടെ ദേവതയാണ്, ചതുർദശി എന്ന തിഥിയുടെ ദേവതയാണ് ജ്വാലാമാലിനി. ആ ജ്വാലാമാലിനി വന്യപ്രാകാരം സൃഷ്ടിച്ച് ദേവസൈന്യത്തെ, ദേവിയുടെ സൈന്യത്തെ മുഴുവൻ രക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ബൃഹത്സേന. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒന്നും ആവശ്യം ദേവിക്കില്ല.
ദേവി ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ബൃഹത് സേനയാണ് ദേവി, ഗംഭീര സേനയാണ് ദേവി. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള എല്ലാ പ്രകൃതി ശക്തികളും ദേവിയുടെ സേന തന്നെയാണ്. ഈ വായു, ജലം, ഭൂമി, ഇതൊക്കെ നിലനിൽക്കുന്നത്, ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ആധാരമായിട്ടുള്ളത്, ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ആധാരമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ദേവി തന്നെയാണ്. അങ്ങനെയാണെങ്കിലും അതിനെയൊക്കെ സൈന്യമായി എടുക്കുകയാണ് ദേവിയുടെയെങ്കിലും ദേവി ബൃഹസേന എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. ഇനി ഭാവാഭാവ വിവർജിത. ഭാവാഭാവ വിവർജിത, ദേവിക്ക് ഭാവവുമില്ല അഭാവവുമില്ല. ഇവിടെ ഭാവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി എന്നാണ്, അഭാവം എന്ന് പറഞ്ഞാൽ നാശമാണ്. ഉന്മേഷ നിമിഷോൽപ്പന്നം എന്നുണ്ട്. ഉന്മേഷം എന്നും നിമിഷം എന്നും പറഞ്ഞ പോലെ തന്നെ അത് രണ്ടിന്റെയും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഭാവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയാണ്, അഭാവം എന്ന് പറഞ്ഞാൽ നാശം. ഭാവാഭാവമല്ല, ഭാവ അഭാവ വിവർജിതയാണ് ദേവി. ഭാവവും അഭാവവും ഇല്ലാത്തവളാണ്. ഇത് രണ്ടുമില്ല. ദേവി എന്നും ഒരുപോലെയുള്ളവളാണ്. ദേവി നിത്യയാണ്, അല്ലെ? ദേവിയെ അഷ്ടമി ചന്ദ്രനായിട്ട് കണക്കാക്കും എപ്പോഴും. പൂർണ്ണചന്ദ്രത്വം പോയാൽ പിന്നും തിരിച്ചു പോരും. എന്നും ദേവി ഒരേപോലെ നിൽക്കുന്നവളാണ് ദേവി. അഷ്ടമിയിലെ ചന്ദ്രനെ പോലെ എന്നും ഒരുപോലെ വിളങ്ങുന്നവളാണ് ദേവി. ഇപ്പോ ഒരു മൺകുടം എടുക്കുകയാണ് നമ്മൾ. ആ മൺകുടം കുറെ കാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, അല്ലെ? പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് എന്തായി മാറും? വീണ്ടും മണ്ണായി മാറും. മണ്ണ് നിത്യമാണ്, മൺകുടം അനിത്യമാണ്. അതുപോലെ തന്നെ ആഭരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ആഭരണം അനിത്യമാണ്, അതേസമയത്ത് സ്വർണം നശിക്കാത്ത നിത്യമാണ്. തരംഗങ്ങൾ അനിത്യമാണ്. സമുദ്രം ശാന്തമായി കഴിഞ്ഞാൽ തരംഗങ്ങൾ ഉണ്ടാവില്ല. അതേസമയത്ത് സാഗരജലം നിത്യമാണ്. അപ്പോ ദേവി ഇതുപോലെ നിത്യയാണ്. ഭാവവും അഭാവവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തിയും നാശവും ഇല്ലാത്തവളാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് നാമങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വേഗം അടുത്ത നാമത്തിലേക്ക് പോവാം. സുഖാരാധ്യ. ദേവി 681 നാമം. സുഖമായിട്ട് ആരാധിക്കാൻ സാധിക്കുന്നവളാണ് ദേവി. ദേവിയെ മറ്റു ദേവന്മാരെയൊക്കെ ആരാധിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശബരിമലയിൽ പോകണം എന്നുണ്ടെങ്കിൽ 41 ദിവസത്തെ കഠിന വ്രതം എടുക്കണം. അതുപോലെ തന്നെ ചാതുർമാസം ഇരിക്കണം. ചില ദേവന്മാരൊക്കെ വേണ്ടിയിട്ട് ഉപവസിക്കണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മാതൃസ്വരൂപിണിയാണ്. ദേവിക്ക് അറിയാം മക്കളുടെ ബുദ്ധിമുട്ടുകളൊക്കെ. നല്ല നിർമ്മല ചിത്തരായിട്ട് ഇരുന്ന് ദേവിയെ ഭജിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി ദേവിക്ക്. നമ്മുടെ ആ ക്രൗര്യ സ്വഭാവമൊക്കെ മാറ്റി ആ ചിത്തം ശുദ്ധീകരിച്ച് ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് അത് മാത്രം മതി. അതുകൊണ്ട് പ്രീതിപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് സുഖാരാധ്യയാണ് ദേവി. നമ്മൾക്കറിയാം, എന്നും എപ്പോഴും കുളിച്ചോ ഇല്ലെങ്കിലും ലളിതാ സഹസ്രനാമം വായിക്കാം. രാത്രിയോ ലളിതാ സഹസ്രനാമം വായിക്കാം. ഉച്ചയ്ക്കോ ലളിതാ സഹസ്രനാമം വായിക്കാം. വൃദ്ധയായിട്ട് കിടക്കുകയാണ്, രോഗാവസ്ഥയിലാണ്, എപ്പോഴും വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. ഒരു വിധത്തിലുള്ള പരിമിതികളും ഇതിന് വെച്ചിട്ടില്ല. അതേ സമയത്ത് എന്തേ വേണ്ടുള്ളൂ? മനസ്സുകൊണ്ട് അർപ്പിക്കാൻ പറ്റണം നമുക്ക്. അത്ര മാത്രമേ വേണ്ടുള്ളൂ. ദേവി മാതൃഭാവമാണ്. ശ്രീ മാതാ എന്നാണ് ദേവിയുടെ ആദ്യത്തെ നാമം. അപ്പൊ ദേവി മാതൃസ്വരൂപിണിയാണ്, കാരുണ്യവതിയാണ്, മക്കൾക്ക് സുഖം ദാനം ചെയ്യുന്നവളാണ്. അതുകൊണ്ട് സുഖാരാധ്യ എന്ന നാമത്തില് ദേവി അറിയപ്പെടുന്നു. അമ്മയ്ക്ക് എന്തേ വേണ്ടുള്ളൂ? ആത്മസമർപ്പണം മാത്രം മതി. എന്റെ മക്കളാണ് എന്ന് എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. പക്ഷെ മക്കൾക്ക് ആ വിചാരം ഒട്ടും ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഈ ദേവിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ദേവി തന്നെയാണ് ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ള അവസ്ഥ പ്രാപിച്ചിരിക്കുന്നത്. മഹാരാജ്ഞിയായിട്ട് റൂളുകൾ വെക്കുന്നതും എങ്ങനെ നിയമം വേണമെന്ന് വെക്കുന്നതും ശ്രീ മഹാരാജ്ഞി പീഠത്തിലിരിക്കുന്നതും ശ്രീമത് സിംഹാസനേശ്വരി അത് വളരെ കർക്കശത്തോടു കൂടി തന്നെ അത് നിർബന്ധിച്ച് നയിപ്പിക്കുന്ന ദേവി തന്നെയാണ്. സമർപ്പണം ഉണ്ടെങ്കിൽ അമ്മയായി മാറും, അല്ലെങ്കിൽ ദേവി രാജ്യഭരണാധികാരിയായി മാറും, സംഹാര രൂപിണിയുമായി മാറും എന്നോർത്തുകൊള്ളുക. ദേവിക്ക് വളരെ പ്രിയമാണ് സമർപ്പണം. അതുണ്ടെങ്കിൽ സുഖാരാധ്യയാണ് ദേവി. മറ്റൊന്നും വേണ്ട. പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും ദേവിയെ വിളിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി 682 നാമം ശുഭകരി. ശുഭത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പൊ ദേവി ക്ഷിപ്രപ്രസാദിയാണ്. നന്നായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ദേവി പെട്ടെന്ന് പ്രസാദിക്കും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളയാണ് ദേവി, മാംഗല്യയാണ് ദേവി. മാംഗല്യ
എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗളകരമായിട്ടുള്ള ശിവയാണ് ദേവി, മംഗളകരമായ കാണുക. ശിവയെ സർവാർത്ഥ സാധികയെ, ശുഭകരിയാണ് ദേവി, സർവാർത്ഥ സാധികയാണ് ദേവി. മക്കളുടെ മംഗളം മാത്രം കാക്ഷിക്കുന്നവളാണ് ദേവി. അമ്മയ മാതൃസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് കരുണാമയിയാണ് ദേവി, ശുഭകരിയാണ് ദേവി. അപ്പൊ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ദേവി ശുഭമാക്കി തരും. ഗുരു ഉപദേശം കൂടാതെ തന്നെ ദേവിയുടെ നാമങ്ങളൊക്കെ ജപിക്കാം നമുക്ക്. അങ്ങനത്തെ ഒരുപാട് നാമങ്ങളുണ്ട്, ലളിതാ സഹസ്രനാമം മുതൽ പിടിച്ച്. അതുകൊണ്ട് ദേവി ശുഭകരിയാണ്. ഇനി 683 നാമം ശോഭനാ സുലഭാഗതി. ശോഭന ഒറ്റ നാമമാണ്. ശോഭന എന്നും സുലഭാഗതി എന്നും രണ്ടാക്കരുത്. കാരണം ശോഭന എന്നുള്ളൊരു നാമം നമ്മൾ കണ്ടു കഴിഞ്ഞു. ശോഭന സുലഭാഗതി എന്നുള്ളത് ഒരൊറ്റ നാമമാണ്. ശോഭന, സുലഭ, ഗതി, ഇതിനെ ഒന്ന് മാറ്റി മറിച്ചു കഴിഞ്ഞാൽ ശോഭന, പരമമായ പുരുഷാർത്ഥത്തെ ശോഭന എന്ന് പറയുന്നു. സുലഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്നതിന് സുലഭ എന്ന് പറയുന്നു. ഗതി എന്ന് പറഞ്ഞാൽ ഉപാസകന് യോഗ്യമായ സ്ഥിതി ഉളവാക്കുന്നവൾ. അപ്പോ ശോഭന, സുലഭ, ഗതി എന്നുള്ളതിനെ മൂന്നിനെയും കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പരമപുരുഷാർത്ഥമായ അവസ്ഥ ഏറ്റവും എളുപ്പത്തിൽ സാധകന് പ്രദാനം ചെയ്യുന്നവളാണ്, ആ ഗതി കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ശോഭനമായിട്ടുള്ള അവസ്ഥ സുലഭമായിട്ട് കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശോഭന സുലഭാഗതി എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനന മരണ ചക്രങ്ങളില് ഇങ്ങനെ ആവർത്തിച്ച് കുടുങ്ങിക്കിടക്കുന്ന ജീവന് പരമമായിട്ടുള്ള കൈവല്യ പദം അത് പ്രദാനം ചെയ്യുന്ന, വളരെ എളുപ്പം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശോഭന സുലഭാഗതി എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു 3 മിനിറ്റ് കൂടിയിട്ട് അടുത്ത ശ്ലോകം ചൊല്ലാം. 134 ശ്ലോകം. രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജ്യകൃപ രാജപീഠ നിവേശിത നിജാശ്രിത. രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജ്യകൃപ രാജപീഠ നിവേശിത നിജാശ്രിത. ഇവിടെ 684 മുതൽ 688 വരെയുള്ള 5 നാമങ്ങളാണ്. ഓരോ നാമങ്ങളും നമുക്ക് നോക്കാം. രാജരാജേശ്വരി ആദ്യത്തെ നാമം. രാജാക്കന്മാർക്കൊക്കെ ഈശ്വരിയായവളാണ് ദേവി. അതുകൊണ്ട് ദേവി രാജരാജേശ്വരി എന്നറിയുന്നു. അപ്പൊ ചക്രവർത്തിമാർക്ക് ഈശ്വരിയാണ്, വെറും രാജാക്കന്മാർക്ക് മാത്രമല്ല, രാജാവിന് രാജാവായവർക്ക് ഈശ്വരിയാണ് ദേവി. ഇപ്പോ ഇന്ദ്രൻ, ത്രിമൂർത്തികൾ നമ്മളൊക്കെ കണ്ടു അല്ലെ? ത്രിമൂർത്തികൾക്കൊക്കെ ചൈതന്യം പകരുന്ന ബ്രാഹ്മിയായിട്ടും അതുപോലെ തന്നെ നരസിംഹിയായിട്ടും അതുപോലെ തന്നെ ഐന്ദ്രിയായിട്ടും അതുപോലെ തന്നെ വൈഷ്ണവിയായിട്ടും അതുപോലെ എല്ലാമായിട്ട് ചൈതന്യം പ്രദാനം ചെയ്യുന്നവള് ആരാണ്? ദേവിയാണ്. അതുകൊണ്ട് ദേവി തന്നെ ത്രിമൂർത്തികൾക്ക് പോലും ചൈതന്യം പകരുന്നവളാണ് ദേവി. അതുകൊണ്ട് അവരുടെയൊക്കെ ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവി രാജരാജേശ്വരി. അപ്പൊ വെറും ചക്രവർത്തിമാരുടെ മാത്രമല്ല. അപ്പോ ശരിക്കും ലക്ഷ്മി, സരസ്വതി എന്നിവരൊക്കെ ഇപ്പൊ രാജരാജേശ്വരി, ആ രാജരാജേശ്വരിയുടെ ആ സങ്കല്പം ഒരുപാട് ദേവീക്ഷേത്രങ്ങളില് ദേവി രാജരാജേശ്വരി രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണത്? ത്രിമൂർത്തികളാൽ സേവിക്കപ്പെട്ട്, അതുപോലെ സരസ്വതി, ലക്ഷ്മി എന്നിവരാൽ വീയിക്കപ്പെട്ട്, ദിക്പാലകന്മാരാലും ദേവതകളാലും പൂജിക്കപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നവളാണ് ദേവി. അഖില പ്രപഞ്ചത്തിനും ഭരണകർത്തിയായിട്ട് സിംഹാസനസ്ഥിതിയായിരിക്കുന്ന ദേവി. അതാണ് രാജരാജേശ്വരിയുടെ രൂപം. ആ രാജരാജേശ്വരി ആയിരിക്കുന്ന ദേവി തന്നെയാണ് ആര്? രാജരാജേശ്വരി എന്നുള്ള ഈ ശ്രീമത് ത്രിപുര സുന്ദരിയായിട്ടുള്ള ദേവി. ആ ദേവിക്ക് നമസ്കാരം. രാജാക്കന്മാരുടെയും ത്രിമൂർത്തികളുടെയും ചക്രവർത്തിമാരുടെയും ഒക്കെ ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവി രാജരാജേശ്വരി. ഇനി രാജരാജേശ്വരി എന്ന് പറഞ്ഞാൽ കുബേരൻ എന്നുള്ള അർത്ഥമുണ്ട്. കുബേരന്റെ ആരാണ്? സമ്പത്ത് മുഴുവൻ ആരാണ് കൊടുത്തിരിക്കുന്നത്? ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ദേവി രാജരാജേശ്വരിയാണ്. ഇനി 685 നാമം രാജ്യദായിനി. രാജ്യദായിനി എന്നുള്ള നാമം പറയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പറയണം, എന്നാലും നമ്മൾ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് രാജ്യം നൽകുന്നവളാണ് ദേവി. അതിന് രാജാധിപത്യം കൊടുക്കുന്നവളാണ് ദേവി. അപ്പോ രാജ്യം മാത്രമല്ല, വൈകുണ്ഠം, കൈലാസം, ദേവിയുടെ ശ്രീപുരം, ഈ തരത്തിലൊക്കെ നമ്മളുടെ ആത്മാവിനെ ഉയർത്തി അവിടെ എത്തിപ്പിക്കുന്നത്, ആരാധന ചെയ്ത് വൈകുണ്ഠത്തിൽ പ്രാപിക്കാനും ആരാധന ചെയ്ത് ആത്മാവിനെ കൈലാസത്തിൽ എത്തിക്കാനും ശ്രീപുരത്ത് ദേവിയോട് കൂടെ തന്നെ ഇരുത്താനും ഒക്കെ ആ ഭക്തർക്ക് ദാനം കൊടുക്കുന്നവളാണ്. രാജ്യത്തെ ദാനം ചെയ്യുന്നവളാണ് ദേവി രാജ്യദായിനി. ഇവിടെ നമ്മൾക്ക്
പെട്ടെന്ന് പറയാനുള്ളത് ഈ വരുന്ന മാർച്ച് 19 മുതൽ 27 വരെ ചൈത്രി നവരാത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നാമം ഇന്ന് ടച്ച് ചെയ്യണമെന്ന് കരുതുന്നത്, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കുമായിരുന്നുള്ളൂ. അപ്പൊ ഈ 10ാമത്തെ ദിവസം രാമനവമിയാണ്. അപ്പോ മാർച്ച് 19 മുതൽ 27 വരെ ചൈത്രി നവരാത്രിയാണ്. ശരിക്കും ദേവി മാഹാത്മ്യ പാരായണത്തിന് അത്യുത്തമമാണ്. ദേവി മാഹാത്മ്യ പാരായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയത്? നമ്മൾക്കറിയാം എങ്ങനെയാണ് നമുക്ക് ലളിതാ സഹസ്രനാമം കിട്ടിയത് എന്ന്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പിലും ആ കഥയൊക്കെ ഇട്ടു. നമ്മള് ഏകാംബരേശ്വര ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ശരിക്കും സുരതൻ എന്ന് പറഞ്ഞ രാജാവ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് കാട്ടിൽ അലയാണ്. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു. യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്റെ സൈന്യവും മന്ത്രിമാരും തന്നെ ചതിച്ച് എല്ലാം നഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് കാട്ടിൽ അലയാണ് രാജാവ്. അങ്ങനെ അതുപോലെ തന്നെ സുമേധൻ എന്ന് പറഞ്ഞ, അല്ലെ, സുമേധസ് എന്ന് പറഞ്ഞ മഹർഷിയുടെ ആശ്രമം ആ കാട്ടിലുണ്ടായിരുന്നു. മേധസ് എന്നും പറയും, സുമേധസ് എന്നും പറയും. ആ മഹർഷിയുടെ ആശ്രമത്തില് ഈ രാജാവ് എത്തിച്ചേരുകയാണ്. ആ മഹർഷി കുറേ സതുപദേശങ്ങൾ കൊടുക്കും രാജാവിന്. അതൊന്നും കൊടുത്തിട്ടും രാജാവിന്റെ മനസ്സ് എപ്പോഴും എന്റെ രാജ്യം എങ്ങനെയിരിക്കും, എന്റെ പ്രജകൾ ഇപ്പൊ എത്ര കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഞാനില്ലാത്ത അവസ്ഥയില്, ഈ പുതുതായി അധികാരം കിട്ടിയവരെല്ലാം എന്നെ പോലെ ഉപേക്ഷിച്ച ആളുകള് എങ്ങനെ അവരെ ഉപേക്ഷിക്കാതിരിക്കും, ഇങ്ങനെ എപ്പോഴും ചിന്തിച്ച് എന്ത് ഉപദേശം കിട്ടിയാലും തന്റെ രാജ്യത്തെയും തന്റെ പ്രജകളെയും തന്റെ സമ്പത്തിനെയും തന്നെ ചതിച്ചവരെയൊക്കെ പറ്റി ചിന്തിച്ച് 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 വിഷണ്ണനായിരിക്കുന്ന രാജാവ്. അത് ഒരാള്. ഇനിയോ സുരതൻ രാജാവ്. ഇനി ആരാളത്? ഒരു വൈശ്യൻ കൂട്ടിനുണ്ടായിരുന്നു. അതാരായിരുന്നു സുരതന്റെ കൂടെ ഉണ്ടായിരുന്നത്? സുരതന്റെ കൂടെ സമാധി എന്ന് പറയുന്ന ഒരു വൈശ്യൻ ഉണ്ടായിരുന്നു. ഈ വൈശ്യനും ഒരു കഥയുണ്ട്. അദ്ദേഹം വളരെ സമ്പത്തൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി. നല്ല സദ്ഗുണ സമ്പന്നനായിരുന്നു. സമ്പത്തൊക്കെ കൂടിയപ്പോ ഇദ്ദേഹം പറയുന്നതൊന്നും ഭാര്യയ്ക്കും മക്കൾക്കും ദഹിക്കാതെ ആയി. അവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ഗൃഹത്തിൽ നിന്നും ഭ്രഷ്ടനാക്കി ആട്ടി ഓടിച്ചു. അങ്ങനെ സമാധി പുറത്തേക്ക് പോയി. സമാധിയും ഈ കാട്ടിലെത്തുന്നു. കാട്ടിലെത്തിയതിനു ശേഷം ഈ സുമേധസ് എന്നുള്ള ആ മുനിയുടെ ആശ്രമത്തിലെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും രണ്ടുപേർക്കും സമാധാനം കിട്ടുന്നില്ല. അപ്പോ ഒരു പ്രാവശ്യം ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടാത്തത് എന്ന്. അപ്പൊ സുമേധസ് പറയാണ്, നിനക്ക് സമാധാനം കിട്ടാത്തതിന്റെ കാരണം മായയാണ്, മഹാമായയായിട്ടുള്ള ഭഗവതിയുടെ മായയാണ് ഇതെല്ലാം ഈ കർമ്മങ്ങളാൽ നിങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങള് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്ത് എന്താണോ ഇച്ഛിക്കുന്നത് അത് ദേവിക്ക് സമർപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ദേവി ആരാധനയ്ക്കുള്ള എല്ലാവിധ ഉപദേശങ്ങളും കൊടുക്കുകയാണ് ആര്? സുമേധസ്. അങ്ങനെ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു മൂർത്തി ഉണ്ടാക്കിയിട്ട് 3 വർഷം ഈ സുരതനും സമാധിയും കൂടി ദേവിയെ ആരാധിക്കുകയാണ് ഈ ആശ്രമത്തിൽ ഇരുന്നിട്ട്. അങ്ങനെ ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്തിട്ട് അങ്ങനെ ദേവി പ്രത്യക്ഷയാവുന്നു. ദേവി മഹാത്മ്യം പാരായണം ചെയ്ത് കൊടുക്കുന്നത്, ഉപദേശിച്ചു കൊടുക്കുന്നത് എല്ലാം സുമേധസ്സാണ് ഇവർക്ക് രണ്ടുപേർക്കും. ദേവി പ്രത്യക്ഷയാവുന്നു. പ്രത്യക്ഷയായി ചോദിക്കുകയാണ് എന്താ വേണ്ടതെന്ന്. സുരതൻ പറയും, എനിക്ക് എന്റെ തിരിച്ചു പോയ രാജ്യത്തെ എനിക്ക് തിരിച്ചു തരണം, നഷ്ടപ്പെട്ട രാജ്യത്തെ. പിന്നെ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഇതിലും വലിയ രാജ്യം തരണം എന്ന് പറയാണ്. ദേവി വളരെയധികം പ്രസന്നയായിട്ട് രാജ്യത്തെ തിരിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, സാവർണി മന്വന്തരം, ഇപ്പോഴത്തെ മന്വന്തരല്ല, അടുത്ത മന്വന്തരത്തില് നീ മനുവായി മാറും എന്ന് പറയണം. അപ്പൊ ചക്രവർത്തി പദം മനസ്സിലായില്ലേ? രാജ്യദായിനിയാണ് ദേവി. രാജാക്കന്മാരുടെയും രാജ്യം കൊടുക്കുന്നവളാണ് ദേവി. അങ്ങനെ ഈ സുരതന് രാജ്യം തിരിച്ചു കൊടുക്കുക മാത്രമല്ല, അടുത്ത മന്വന്തരത്തില് നീ മനുവായി മാറും, ഒരിക്കലും നശിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായി മാറും, സാവർണി മനുവായി മാറും എന്ന് പറയാണ്. സമാധിക്ക് ഈ ലളിതാ സഹസ്രനാമമൊക്കെ കേട്ടപ്പോ മായ എന്താണെന്ന് മനസ്സിലായി. സമാധിയോടും ദേവി ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കും. പറയാണ്, എനിക്ക് ഭാര്യയും മക്കളും വരുമാനവും ഒന്നും വേണ്ട, എനിക്ക് ആത്മജ്ഞാനം തരണം ദേവി. എനിക്ക് ഈ ജനന മരണത്തിന്റെ ഈ രഹസ്യം എന്താണ് ജീവന്റെ എന്ന് മനസ്സിലാക്കി തരണം, ആത്മജ്ഞാനം വേണം എന്ന് പറയാം. ആത്മജ്ഞാനം കിട്ടിയതോടുകൂടി കൈവല്യപദം പ്രാപിച്ച് ജന്മമരണങ്ങളിൽ നിന്നൊക്കെ മോക്ഷപ്രാപ്തിയിലെത്തി സമാധി. ഇത് മനസ്സിലാക്കി തരുന്നത് ദേവി മാഹാത്മ്യ പാരായണം. ഈ നവരാത്രി, ചൈത്രി നവരാത്രി വീണ്ടും ആവർത്തിക്കുകയാണ്. മാർച്ച് 19 മുതൽ 27 വരെയാണ്. കഴിയുന്നത്ര പാരായണം ചെയ്യുക.
അതുപോലെ തന്നെ ഇനി അത് പറ്റില്ലെങ്കിൽ സൗന്ദര്യലഹരി, ലളിതാ സഹസ്രനാമം, ശ്യാമളാ ദണ്ഡകം, ഇനി ദേവി കവചം, നാരായണി സ്തുതി, ഇതൊക്കെ എന്നും പാരായണം ചെയ്യുക. എന്നിട്ട് ദേവി ഉപാസിക്കുക. എന്താണോ സങ്കല്പിച്ചത് അത് ദേവി തരും എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ഇന്നിവിടെ നമുക്ക് സമാപിപ്പിക്കാം. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.